വാർത്തകൾ തുടർന്നു നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. അപകടം ബരാമതിയിൽ അടിയന്തര ലാൻഡിംഗിനിടെ വിമാനം തകർന്ന്. അപകട കാരണം കാഴ്ചപരിധി കുറഞ്ഞതെന്ന് സ്ഥിരീകരണം. കൂടെയുണ്ടായിരുന്ന അംഗരക്ഷകരടക്കം വിമാനത്തിലുണ്ടായിരുന്ന 6 പേരും മരിച്ചു. വിമാനം തകർന്നതിൽ അന്വേഷണം പ്രഖ്യാപിച്ച് DGCAയും മഹാരാഷ്ട്ര സർക്കാരും. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കും. നിയമസഭയിലേക്ക് പോകും. എന്തെങ്കിലും പറയാനുണ്ടോ? 18 ദിവസമായി ജയിൽവാസം. മുതാം ബലാത്സംഗ കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനായി. മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങുന്നത് അറസ്റ്റിലായി 18ാം ദിവസം. ജയിലിന് പുറത്ത് പ്രതിഷേധിച്ച് യുവമോർച്ച പ്രവർത്തകർ. ആദ്യ ബലാത്സംഗ കേസിൽ മാങ്കൂട്ടത്തിലെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വാദം പൂർത്തിയായി. വിധി പിന്നീട്. ആരോഗ്യ മേഖലയിലെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ ചർച്ച. സിസ്റ്റം ഫെയിലിയർ ആണെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ്. ആരോപണങ്ങളിൽ വിശദീകരണവുമായി ആരോഗ്യമന്ത്രി. വീണ ജോർജിന്റെ മറുപടിക്ക് പിന്നാലെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. NSS SNDP ഐക്യനീക്കം തിരഞ്ഞെടുപ്പ് സ്റ്റാൻഡല്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഐക്യത്തിനുള്ള ശ്രമം തുടരുമെന്നും വെള്ളാപ്പള്ളിയുടെ ഐക്യനീക്കം ഒരു കെണിയാണെന്ന് തോന്നിയതുകൊണ്ടാണ് പിന്മാറിയതെന്ന് G. സുകുമാരൻ നായർ. പിന്മാറ്റത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും സുകുമാരൻ നായർ. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തോടെ തുടക്കം. പ്രസംഗത്തിൽ മോദി സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളെ പ്രശംസിച്ച് രാഷ്ട്രപതി. 10 വർഷത്തിനിടെ ഇന്ത്യ എല്ലാ മേഖലകളെയും ശക്തിപ്പെടുത്തി. BBG റാംജി ബിൽ തൊഴിൽ ഉറപ്പാക്കുമെന്ന് നയപ്രഖ്യാപനത്തിൽ പരാമർശം. പ്രതിഷേധം ഉയർത്തി പ്രതിപക്ഷ MP-മാർ. ग्रामीण क्षेत्र में रोजगार और विकास के लिए विकसित भारत जी रामजी कानून बनाया गया है. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തന്ത്രി ഖണ്ഡർ രാജീവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റി. കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുക ഫെബ്രുവരി 3-ന്. പരിഗണിക്കുന്നത് കട്ടളപ്പാളി കേസിലെ ജാമ്യാപേക്ഷ. സ്വർണ്ണ കവർച്ചയിൽ 4 പ്രതികളുടെ റിമാൻഡ് കാലാവധി നീട്ടിയത് KS ബൈജു, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, ശ്രീകുമാർ എന്നിവരുടെ റിമാൻഡ് കാലാവധി. കോഴിക്കോട് എലത്തൂരിലെ 26-കാരുടെ കൊലപാതകത്തിൽ പ്രതി വൈശാഖനായി 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകി. വൈശാഖന്റെയും കൊല്ലപ്പെട്ട യുവതിയുടെയും സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി പോലീസ്. കൊലപാതകം നടന്ന മുറിയിൽ ഫോറൻസിക് പരിശോധന. വൈശാഖൻ പെൺകുട്ടിയെ 16 വയസ്സ് മുതൽ പീഡിപ്പിച്ചതായും കണ്ടെത്തൽ. പ്രതിക്ക് മേൽ പോക്സോ വകുപ്പ് പ്രകാരവും കേസ്. സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തി NIA. മിന്നൽ പരിശോധന പാലക്കാട്, തൃശൂർ, എറണാകുളം ജില്ലകളിലെ 20ഓളം കേന്ദ്രങ്ങളിൽ. പരിശോധന NIA കേസുകളിൽ ഒളിവിൽ കഴിയുന്ന പ്രതികളെ പിടികൂടാൻ. പ്രതികൾക്ക് സഹായം നൽകുന്ന സ്ലീപ്പർ സെല്ലുകളെ കണ്ടുപിടിക്കാനും ശ്രമം. പരിശോധനയിൽ മൊബൈൽ ഫോണുകളും SIM കാർഡുകളും പിടിച്ചെടുത്തു. വാർത്തകൾ വിശദമായ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. സംസ്ഥാന ബജറ്റിന്റെ തലേന്ന് നിർണായക തീരുമാനങ്ങളുമായി സംസ്ഥാന സർക്കാർ. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ കടം എഴുതിത്തള്ളും. ദേശസാൽകൃത ബാങ്ക് കടവും വാണിജ്യ ബാങ്ക് കടവും എഴുതിത്തള്ളും. 18.75 കോടിയിലധികം രൂപയുടെ കടമാണ് സർക്കാർ എഴുതിത്തള്ളുക. മന്ത്രിസഭാ തീരുമാനത്തിലാണ് ഈയൊരു തീരുമാനം.
സംസ്ഥാന ബജറ്റിന്റെ തലേ ദിവസം തന്നെ നിർണായക തീരുമാനങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. നാളെയാണ് ബജറ്റ് ആരംഭിക്കുന്നത്. വയനാട് ഉരുൾപൊട്ട ദുരിതബാധിതരുടെ കടം എഴുതി തള്ളും എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും ബജറ്റിന്റെ തലേന്ന് തന്നെ നിർണായകമായൊരു തീരുമാനമാണ് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത്. വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതബാധിതരുടെ കടം എഴുതി തള്ളുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ദേശസാൽകൃത ബാങ്ക് കടവും വാണിജ്യ ബാങ്ക് കടവുമാണ് എഴുതിത്തള്ളാൻ തീരുമാനിച്ചിരിക്കുന്നത്. 18.75 കോടിയിലധികം രൂപയുടെ കടമാണ് സർക്കാർ എഴുതിത്തള്ളുക. മന്ത്രിസഭാ യോഗത്തിലാണ് ഈ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. വീണ്ടും ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. വനിതാ ജീവനക്കാരുടെ ആർത്തവ അവധി അനുവദിക്കാനാവില്ലെന്ന് KSRTC ഹൈക്കോടതിയിൽ. ആർത്തവ അവധി അനുവദിക്കണമെന്ന് വനിതാ ജീവനക്കാരുടെ ഹർജിയിലാണ് KSRTC ഹൈക്കോടതിയിൽ നിലപാട് അറിയിച്ചത്. ഇത്തരമൊരു അധിക ബാധ്യത താങ്ങാനാവില്ലെന്നും സർവീസുകളെ ഗുരുതരമായി ബാധിക്കുമെന്നുമാണ് KSRTCയുടെ വാദം. ശമ്പളത്തോടു കൂടിയ 2 ദിവസത്തെ അവധിയാണ് വനിതാ ജീവനക്കാരുടെ ഹർജിയിലെ ആവശ്യം. KSRTC വനിതാ ജീവനക്കാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ആർത്തവ അവധി അനുവദിക്കാനാവില്ല എന്ന് KSRTC ഹൈക്കോടതിയിൽ വന്ന് പറഞ്ഞിരിക്കുന്നത്. ആർത്തവ അവധി അനുവദിക്കണമെന്നാണ് വനിതാ ജീവനക്കാരുടെ ഹർജി. ഇത്തരമൊരു അധിക ബാധ്യത താങ്ങാനാവില്ലെന്നും സർവീസുകളെ ഗുരുതരമായി ബാധിക്കുമെന്നുമൊക്കെയാണ് KSRTCയുടെ വാദം. ശമ്പളത്തോടു കൂടിയ 2 ദിവസത്തെ അവധി മാത്രമാണ് വനിതാ ജീവനക്കാർ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു അവധി നൽകാൻ KSRTCക്ക് കഴിയില്ല എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വനിതാ ജീവനക്കാരുടെ ആർത്തവ അവധി അനുവദിക്കില്ല എന്നാണ് KSRTC ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ആർത്തവാവധി അനുവദിക്കണമെന്നൊരു ഹർജിയൊക്കെ വനിതാ ജീവനക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. പക്ഷേ ഇത് ഒരു അധിക ബാധ്യതയാണെന്നാണ് ഇപ്പോൾ KSRTCയുടെ ഭാഗത്തു നിന്നുള്ള വാദം. ഈ ഒരു അധിക ബാധ്യത തങ്ങൾക്ക് താങ്ങാനാവില്ലെന്നും സർവീസുകളെ ഗുരുതരമായി ബാധിക്കുമെന്നൊക്കെയാണ് KSRTCയുടെ വാദം. ശമ്പളത്തോടു കൂടിയ 2 ദിവസത്തെ അവധി മാത്രമാണ് വനിതാ ജീവനക്കാരുടെ ഹർജിയിലെ ആവശ്യം. പക്ഷേ ഈ ഒരു 2 ദിവസത്തെ അവധി പോലും ആർത്തവ അവധിയായി പോലും പരിഗണിക്കാതെ നൽകാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാട് അറിയിച്ചിരിക്കുകയാണ് KSRTC. വീണ്ടും ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കേരയിൽ പദ്ധതിക്ക് ബദലായി RRT അതിവേഗ റെയിൽപാതയുമായി സംസ്ഥാന സർക്കാർ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 583 കിലോമീറ്റർ നീളത്തിൽ RRT പദ്ധതി നടപ്പാക്കും. RRT ലൈൻ പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരവും നൽകിയിട്ടുണ്ട്. 583 കിലോമീറ്റർ ദൂരത്തിൽ 4 ഘട്ടമായാണ് പദ്ധതി നടപ്പാക്കുക. പദ്ധതിയുടെ ചിലവ് 20% സംസ്ഥാന സർക്കാരും 20% കേന്ദ്ര സർക്കാരും വഹിക്കും. 60% ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുക്കും. കേരയിൽ പദ്ധതിക്ക് ബദലായി RRT അതിവേഗ റെയിൽ പാതയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വരുന്നുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 583 കിലോമീറ്റർ നീളത്തിലാണ് RRT പദ്ധതി നടപ്പാക്കുക. RRT ലൈൻ പദ്ധതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. 583 കിലോമീറ്റർ ദൂരത്തിൽ 4 ഘട്ടമായിരിക്കും പദ്ധതി നടപ്പാക്കുക. കേരയിൽ പദ്ധതിക്ക് ബദലായാണ് ഇപ്പോൾ RRT അതിവേഗ പാത സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 583 കിലോമീറ്റർ നീളത്തിലായിരിക്കും RRT പദ്ധതി നടപ്പാക്കുക. RRT ലൈൻ പദ്ധതിക്ക് മന്ത്രിസഭ ഇപ്പോൾ അംഗീകാരവും നൽകിയിട്ടുണ്ട്. 583 കിലോമീറ്റർ ദൂരത്തിൽ 4 ഘട്ടമായിട്ടായിരിക്കും പദ്ധതി നടപ്പാക്കുന്നത്.
പദ്ധതിയുടെ ചിലവ് 20% സംസ്ഥാന സർക്കാരും 20% കേന്ദ്ര സർക്കാരുമായിരിക്കും വഹിക്കുന്നത്. 60% ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുത്താവും ഈ ഒരു RRT അതിവേഗ റെയിൽപാത നടപ്പാക്കുന്നത്. കേരള പദ്ധതിക്ക് ബദലായാണ് ഇപ്പോൾ RRT അതിവേഗ റെയിൽപാത എത്തുന്നത്. ഇതിന് ഒരു തീരുമാനവുമായിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 583 കിലോമീറ്റർ നീളത്തിലാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന് മന്ത്രിസഭ അംഗീകാരവും നൽകിയിട്ടുണ്ട്. 583 കിലോമീറ്റർ ദൂരത്തിൽ 4 ഘട്ടമായാണ് പദ്ധതി നടപ്പാക്കുക. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുമിച്ച് നിന്ന് തന്നെയാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത്. ചിലവിൻ്റെ 20% കേന്ദ്ര സർക്കാരും 20% സംസ്ഥാന സർക്കാരുമായിരിക്കും നൽകുക. 60% ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കും. എന്തായാലും കേരളത്തിന് ബദലായപ്പോൾ RRT അതിവേഗ റെയിൽപാത കൊണ്ടുവരാൻ തുടങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ NIA നടത്തിയ റെയ്ഡിൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തു. എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലായി നടന്ന റെയ്ഡിൽ മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സിം കാർഡുകൾ എന്നിവയുൾപ്പെടെ നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തു. സംസ്ഥാനത്ത് 9ഓളം ഇടങ്ങളിലാണ് ഒരേ സമയം പരിശോധന നടന്നത്. 2022 രജിസ്റ്റർ ചെയ്ത ജിഹാദി ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടാണ് നടപടിയെന്ന് NIA വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തൃശൂർ ചാവക്കാട് പാലയൂരിൽ SDPI നേതാവ് ഫാമിസ് അബൂബക്കറിന്റെ വീട്ടിലും കൊച്ചിയിലെ വിവിധ കേന്ദ്രങ്ങളിലും മണിക്കൂറുകളോളം പരിശോധന നീണ്ടുനിന്നു. PFIയുടെ അനുബന്ധ സംഘടനകളുമായി ബന്ധമുള്ള വ്യക്തികളുടെ വീടുകളും ഓഫീസുകളുമാണ് പ്രധാനമായും നിരീക്ഷണത്തിലുണ്ടായിരുന്നത്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ NIA നടത്തിയ റെയ്ഡിൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തിരിക്കുകയാണ്. എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലായി നടന്ന റെയ്ഡിലാണ് ഇപ്പോൾ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സിം കാർഡുകളും ഒക്കെ പിടിച്ചെടുത്തിരിക്കുന്നത്. സംസ്ഥാനത്ത് 9 ഇടങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടന്നിരിക്കുന്നത്. 2022 രജിസ്റ്റർ ചെയ്ത ജിഹാദി ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടാണ് നടപടിയെന്ന് NIA അറിയിച്ചിട്ടുണ്ട്. തൃശൂർ ചാവക്കാട് പാലയൂരിൽ SDPI നേതാവ് ഫാമിസ് അബൂബക്കറിന്റെയും വീട്ടിലും കൊച്ചിയിലെ വിവിധ കേന്ദ്രങ്ങളിലും മണിക്കൂറുകളോളമാണ് പരിശോധന നടത്തിയത്. PFIയുടെ അനുബന്ധ സംഘടനകളുമായി ബന്ധമുള്ള വ്യക്തികളുടെ വീടുകളും ഓഫീസുകളും ഒക്കെ ഇപ്പോഴും നിരീക്ഷണത്തിലാണ്. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മുടഭൂമി അഴിമതി കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് ആശ്വാസം. കേസിൽ സിദ്ധരാമയ്യയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് ബംഗളൂരു പ്രത്യേക കോടതി അംഗീകരിച്ചു. ലോകായുക്ത സമർപ്പിച്ച B റിപ്പോർട്ടാണ് കോടതി അംഗീകരിച്ചത്. സിദ്ധരാമയ്യയ്ക്കൊപ്പം ഭാര്യ പാർവതിയെയും അന്വേഷണ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇരുവർക്കും ക്ലീൻ ചിറ്റ് നൽകിയ ലോകായുക്ത റിപ്പോർട്ട് തള്ളണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരൻ സമർപ്പിച്ച ഹർജി തള്ളിയാണ് ബംഗളൂരു കോടതിയുടെ നടപടി. മൈസൂരു അർബൻ ഡെവലപ്മെന്റ് ബോർഡ് എന്ന മുട കർണാടകത്തിലെ 14 ഇടങ്ങളിലെ 56 കോടി രൂപയുടെ വഴിവിട്ട് സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിക്ക് കൈമാറിയെന്നായിരുന്നു പരാതി. മുടഭൂമി അഴിമതി കേസിൽ ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് ഒരു അനുകൂല റിപ്പോർട്ട് എത്തിയിരിക്കുകയാണ്. കേസിൽ സിദ്ധരാമയ്യയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ടാണ് ബംഗളൂരു പ്രത്യേക കോടതി അംഗീകരിച്ചിരിക്കുന്നത്. ലോകായുക്ത സമർപ്പിച്ച B റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുന്നത്. സിദ്ധരാമയ്യയ്ക്കൊപ്പം ഭാര്യ പാർവതിയെയും അന്വേഷണ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇരുവർക്കും ക്ലീൻ ചിറ്റ് നൽകിയ ലോകായുക്ത റിപ്പോർട്ട് തള്ളണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരൻ സമർപ്പിച്ച ഹർജിയാണിപ്പോൾ തള്ളിയിരിക്കുന്നത്. നടപടിയെടുത്തിരിക്കുന്നത് ബംഗളൂരു കോടതിയാണ്. മൈസൂരു അർബൻ ഡെവലപ്മെന്റ് ബോർഡ് എന്ന മുട കർണാടകത്തിലെ 14 ഇടങ്ങളിൽ 56 കോടി രൂപ വഴിവിട്ട് സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിക്ക് കൈമാറിയെന്നായിരുന്നു ഈ ഒരു പരാതി വന്നിരുന്നത്. ഈ ഒരു പരാതിയിന്മേലാണ് ഇപ്പോൾ സിദ്ധരാമയ്യയ്ക്ക്
അനുകൂലമായ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. കർണാടക മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്ക്കാണ് മുടഭൂമി അഴിമതി കേസിൽ ആശ്വാസമുണ്ടായിരിക്കുന്നത്. ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് ബംഗളൂരുവിലെ പ്രത്യേക കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. ലോകായുക്ത സമർപ്പിച്ച ബി റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുന്നത്. സിദ്ധരാമയ്ക്ക് മാത്രമല്ല, സിദ്ധരാമയുടെ ഭാര്യ പാർവതിയെയും ഇപ്പോൾ അന്വേഷണ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. ഇരുവർക്കും ക്ലീൻ ചിറ്റ് നൽകിയ ലോകായുക്ത റിപ്പോർട്ട് തള്ളണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരൻ സമർപ്പിച്ച ഹർജി തള്ളിയാണ് ഇപ്പോൾ ബംഗളൂരു കോടതിയുടെ നടപടി വന്നിരിക്കുന്നത്. മൈസൂരു അർബൻ ഡെവലപ്മെന്റ് ബോർഡ് എന്ന മുട കർണാടകത്തിലെ 14 ഇടങ്ങളിൽ 56 കോടി രൂപ വഴിവിട്ട് സിദ്ധരാമയുടെ ഭാര്യ പാർവതിക്ക് കൈമാറി എന്നതായിരുന്നു പരാതി. എന്തായാലും ഈ ഒരു കേസിൽ സിദ്ധരാമയ്ക്ക് ആശ്വാസമുള്ള റിപ്പോർട്ടാണ് ലഭിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. ഇറാൻ അമേരിക്കയുടെ മുന്നറിയിപ്പ്. ആണവ കരാറിന് തയ്യാറായില്ലെങ്കിൽ ഉടൻ ആക്രമണം ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ആണവ കരാറിന് തയ്യാറായില്ലെങ്കിൽ വിനാശകരമായ ആക്രമണമാകും ഉണ്ടാകുന്നതെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാനെ ലക്ഷ്യമാക്കി പുതിയ കപ്പൽപ്പട നീങ്ങുന്നതായും ട്രംപ് വ്യക്തമാക്കി. അമേരിക്കയുടെ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാന് ലഭിച്ചിരിക്കുന്നത്. ആണവ കരാറിന് തയ്യാറായില്ലെങ്കിൽ ഉടൻ ആക്രമണം ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ആണവ കരാറിന് തയ്യാറായില്ലെങ്കിൽ വിനാശകരമായ ആക്രമണം ഉണ്ടാകുമെന്നുമൊക്കെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനെ ലക്ഷ്യമാക്കി പുതിയ കപ്പൽപ്പട നീങ്ങുന്നതായും ട്രംപ് വ്യക്തമാക്കി. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ പിടിമുറുക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ട്രംപ്. എന്തായാലും ഇറാനും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ആണവ കരാറിന് തയ്യാറായില്ലെങ്കിൽ ഉടൻ ആക്രമണം ഉണ്ടാകുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. മഹാരാഷ്ട്രയിലെ ബരാമതിയിൽ വെച്ചാണ് അജിത് പവാർ സഞ്ചരിച്ച വിമാനം തകർന്നു വീണത്. ഏകദേശം 16 വർഷം പഴക്കമുള്ള VSR കമ്പനിയുടെ കീഴിലുള്ള ലീർജെറ്റ് 45 ആണ് തകർന്നു വീണത്. അടിയന്തരമായി ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം. കൂടെ ഉണ്ടായിരുന്ന അംഗരക്ഷകരടക്കം വിമാനത്തിലുണ്ടായിരുന്ന 6 പേരും മരിച്ചു. അപകട കാരണം കാഴ്ച പരിധി കുറഞ്ഞതാണെന്ന് വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു പറഞ്ഞു. ആദ്യ ലാൻഡിംഗിൽ പൈലറ്റ് പ്രശ്നം അറിയിച്ചിരുന്നു. എന്നാൽ രണ്ടാം ലാൻഡിംഗിൽ പ്രശ്നമില്ലെന്നും പൈലറ്റ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ATC ക്ലിയറൻസ് നൽകിയത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു അറിയിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. അജിത് പവാറിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി നേതാക്കൾ. ജനങ്ങളുടെ നേതാവായിരുന്നു അജിത് പവാർ എന്നും കഠിനാധ്വാനിയായ നേതാവായിരുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. അപകട വാർത്ത ഏറെ ഞെട്ടിച്ചുവെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. അജിത് പവാറിന്റെ വിയോഗം നികത്താനാകാത്ത നഷ്ടമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുശോചിച്ചു. അജിത് പവാറിന്റെ വിയോഗ വാർത്ത അങ്ങേറ്റം ഹൃദയഭേദകമാണെന്ന് രാഹുൽ ഗാന്ധിയും അനുശോചിച്ചു. അജിത് പവാറിന്റെ ഭാര്യയുമായി സംസാരിച്ചുവെന്നും കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണെന്നും പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞു. മരണം ഹൃദയഭേദകമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണത്തിൽ അനുശോചിച്ച് നിയമസഭ. അജിത് പവാറിന്റെ മരണവാർത്തയ്ക്ക് പിന്നാലെ നിയമസഭാ സമ്മേളനം നിർത്തിവെച്ച് അംഗങ്ങൾ മൗനം ആചരിച്ചു. അവിശ്വസനീയമായ ദുരന്ത വാർത്തയാണെന്ന് NCP ദേശീയ പ്രവർത്തക സമിതി അംഗമായ
വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ഞെട്ടിക്കുന്ന വാർത്തയാണെന്നും സഹോദരനെ നഷ്ടപ്പെട്ട ദുഃഖമാണ് തനിക്കെന്നും അജിത് പവാറിന്റെ മരണം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു. അജിത് പവാറിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അപകടത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്നും മമത ആവശ്യപ്പെട്ടു. രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കളുടെ സുരക്ഷയിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നതായും മമത പറഞ്ഞു. അജിത് പവാറിന്റെ മരണവാർത്ത കേട്ട് ഞെട്ടിപ്പോയി. രാജ്യത്തിന് കനത്ത നഷ്ടമാണ് സംഭവിച്ചത്. രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും സുരക്ഷയില്ല. ഇന്ന് സംഭവിച്ചത് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം മാത്രമേ വിശ്വസനീയമാകൂ. സുപ്രീം കോടതിയിൽ മാത്രമേ ഞങ്ങൾക്ക് വിശ്വാസമുള്ളൂ എന്നും മമതാ ബാനർജി കൂട്ടിച്ചേർത്തു. കൊച്ചിയുടെ വികസനം കളമശ്ശേരിയിലൂടെ എന്ന വികസന സന്ദേശയാത്ര NCP അജിത് പവാർ വിഭാഗത്തിന്റെ കേരള ഘടകം നടത്തുന്നതിനിടയിലാണ് പാർട്ടി ദേശീയ നേതാവിന്റെ വിയോഗം അറിയുന്നത്. പാർട്ടി പരിപാടികൾ നിർത്തിവെച്ച് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി ബെൻ ഇണ്ടിക്കാട്ടിൽ അറിയിച്ചു. NCPയുടെ തുടക്കം മുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു അതികായകനായ നേതാവായി വളരെ സൗമ്യതയുള്ള, എന്നാൽ മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവായിട്ട് അദ്ദേഹം വളർന്നു. ഏകദേശം 6 തവണ അദ്ദേഹം വിവിധ മുഖ്യമന്ത്രിമാരോടൊപ്പം മഹാരാഷ്ട്രയിൽ ജലസേചനം, നഗരാസൂത്രണം, അതേപോലെ ധനകാര്യം, അങ്ങനെ നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്ത പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ നിര്യാണം ഞങ്ങളേവരെയും ഞെട്ടിപ്പിച്ചു. അതോടൊപ്പം തന്നെ പാർട്ടിക്ക് ഒരു തീരാ ദുഃഖമാണ്. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തോടെ തുടക്കം. രാഷ്ട്രപതിക്ക് ആചാരപരമായ സ്വീകരണം നൽകി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ സർക്കാർ സാംസ്കാരിക ചിഹ്നമായ സ്വീകരിച്ച സെങ്കോൾ വഹിച്ചുകൊണ്ട് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. മോദി സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ 25 കോടിയോളം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തമാക്കിയെന്നും 10 വർഷത്തിനിടെ ഇന്ത്യ എല്ലാ മേഖലകളെയും ശക്തിപ്പെടുത്തിയെന്നും രാഷ്ട്രപതി പറഞ്ഞു. माननीय सदस्यगण, वर्ष 2026 के साथ ही हमारे देश इस सदी के दूसरी पड़ाव पर पहुंच गया है. भारत के लिए सदी के पहले 25 वर्षों का समापन अनेक सफलताओं, गौरवशाली उपलब्धियों और असाधारण अनुभवों के साथ हुआ है. बीते 10-11 वर्षों में भारत ने हर क्षेत्र में अपनी नींव मजबूत की है. ये वर्ष 2047 तक विकसित भारत की तेज यात्रा का बहुत बड़ा आधार है. നയപ്രഖ്യാപനത്തിനിടെ രാഷ്ട്രപതി VBG റാംജി ബില്ലിനെ കുറിച്ച് പരാമർശിച്ചത് പ്രതിപക്ഷാംഗങ്ങളുടെ പ്രതിഷേധത്തിന് കാരണമായി. ബില്ല് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം മുദ്രാവാക്യം വിളിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തു. ग्रामीण क्षेत्र में रोजगार और विकास के लिए विकसित भारत जी राम जी कानून बनाया गया है. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്കെതിരെ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ പരാമർശം പിൻവലിക്കാൻ ശിവൻകുട്ടി തയ്യാറായാൽ ശിവൻകുട്ടിക്കെതിരെ താൻ നടത്തിയ പരാമർശം പിൻവലിക്കാൻ തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. നിയമസഭയിലെ നന്ദി പ്രമേയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങളുടെ പ്രിയങ്കരിയായ നേതാവാണ് സോണിയാഗാന്ധി. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ്. ഞങ്ങൾക്കെല്ലാം മാതൃതുല്യാണ് സോണിയാഗാന്ധി. ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ട് പറയാം, ഞങ്ങൾക്ക് മാതൃതുല്യാണ്, അമ്മയ്ക്ക് സമാനമാണ് ഞങ്ങളുടെ. സാർ, അവരുടെ വീട് റെയ്ഡ് ചെയ്യണം, അവരെ അറസ്റ്റ് ചെയ്യണം. അവരുടെ വീട്ടിൽ ആണ് ശബരിമലയിലെ മോഷ്ടിച്ച സ്വർണം സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എന്നൊരു മന്ത്രി ഈ നിയമസഭയിൽ പറയാൻ, സാർ, ഞങ്ങൾക്ക് വേദനയുണ്ടായി, ഞങ്ങൾക്ക് വിഷമമുണ്ടായി, ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടായി. സാർ, ഞാൻ ആദ്യം എന്താ ചെയ്തത്?
മന്ത്രിക്കെതിരായി പോയി സംസാരിക്കുകയാണോ ചെയ്തത്? ഞാൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ജലമന്ത്രിമാര് അതിന്റെ കൂടെ കൂടി. പക്ഷെ ഇദ്ദേഹം വളരെ മോശമായ ഭാഷയിൽ സോണിയാഗാന്ധിയുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ചരട് ശബരിമലയിലെ സ്വർണമാണ് എന്ന് വരെ അവരെ അധിക്ഷേപിച്ചു. അവർ 80 വയസ്സായ സ്ത്രീയാണ്, അവരെ അധിക്ഷേപിച്ചു. സാർ, അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. സാർ, അവരെ അറസ്റ്റ് ചെയ്യണം, അവരുടെ വീട് റെയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞു. സാർ, അവരാരാണ് സാർ? എന്നിട്ട് ഞാൻ പുറത്തുപോയി പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഈ മന്ത്രിമാർ, വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ആ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് പറഞ്ഞു. മാപ്പ് പറയണം, അതാണ് ആദ്യം പറഞ്ഞത്. മാപ്പ് പറയണമെന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു മോശമാകും പറഞ്ഞില്ല. സാർ, രണ്ടാമത് ഞാൻ അങ്ങേക്ക് എഴുതി തന്നു, അത് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം. സോണിയാഗാന്ധിയെ പോലുള്ള ഒരാളെ കുറിച്ച് ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചു. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 15,140 രൂപ, പവന് 1,21,120 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 12,525 രൂപ, പവന് 1,200,000 രൂപ. വെള്ളി ഗ്രാമിന് 380 രൂപ, കിലോയ്ക്ക് 3,80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. വാർത്തകളിലേക്ക് തിരികെ എത്താം, ഇടവേളയ്ക്ക് ശേഷം. ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സുകളും കിച്ചൺ ഫിറ്റിംഗ്സുകളും ഗ്യാരണ്ടിയോടുകൂടി ഫാക്ടറിയിൽ നിന്നും നേരിട്ട് നിങ്ങളിലേക്ക്. ഗ്രാമിന് 1 രൂപയെന്ന ഏറ്റവും സുതാര്യമായ വിലയിൽ ലേറ്റസ്റ്റ് ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇനി നിങ്ങളിലേക്ക്. വിജയകരമായ 3 വർഷങ്ങൾ, കേരളത്തിലുടനീളം 30-ൽ പരം ഷോറൂമുകൾ, 3 ലക്ഷത്തിലധികം സന്തുഷ്ടരായ ഉപഭോക്താക്കൾ. ഇത് ജനങ്ങൾ നെഞ്ചിലേറ്റിയ ജനങ്ങളുടെ ഷോറൂം. കിലോ ബസാർ, നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ കുടുംബത്തിന്. ഫോർ യുവർ ഹോം, ഫോർ യുവർ ഫാമിലി. India's biggest futuristic and vibrant fusion festival is back. The Summit of Future 2026. നമ്മുടെ ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചി. അതെ, വിഷയം ഫ്യൂച്ചർ ആണ്. വരൂ, കാണൂ, കേൾക്കൂ. The Summit of Future 2026. ഞാൻ കാവേരി. ഞങ്ങൾ 4 മക്കളുടെയും ഹീറോ അച്ഛനാണ്. അമ്മയും മുത്തശ്ശി എന്തൊക്കെ വിലക്കാലും അതൊന്നും വകവെക്കരുതെന്നാണ് അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് അത്ര പാവമൊന്നും അല്ല ഞങ്ങള്. അച്ഛനുള്ള വീട് അതെന്നും ആഘോഷമായിരുന്നു. പക്ഷേ ഒരേ കടൽ, ഒരേ തിര, ഒരേ വെയിൽ, ഒരേ തണൽ. ഈ പുഴയും കടന്ന് ഫെബ്രുവരി 2 മുതൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:30. ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സുകളും കിച്ചൺ ഫിറ്റിംഗ്സുകളും ഗ്യാരണ്ടിയോടുകൂടി ഫാക്ടറിയിൽ നിന്നും നേരിട്ട് നിങ്ങളിലേക്ക്. ഗ്രാമിന് 1 രൂപയെന്ന ഏറ്റവും സുതാര്യമായ വിലയിൽ ലേറ്റസ്റ്റ് ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇനി നിങ്ങളിലേക്ക്. വിജയകരമായ 3 വർഷങ്ങൾ, കേരളത്തിലുടനീളം 30-ൽ പരം ഷോറൂമുകൾ, 3 ലക്ഷത്തിലധികം സന്തുഷ്ടരായ ഉപഭോക്താക്കൾ. ഇത് ജനങ്ങൾ നെഞ്ചിലേറ്റിയ ജനങ്ങളുടെ ഷോറൂം. കിലോ ബസാർ, നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ കുടുംബത്തിന്. ഫോർ യുവർ ഹോം, ഫോർ യുവർ ഫാമിലി. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ധനലക്ഷ്മി ഹെയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. മൈ ജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. അനശ്വര ജ്വല്ലേഴ്സ്, ദ ക്യൂൻ ഓഫ് ലൈറ്റ് വെയ്റ്റ്സ്. അടൂർ, കൊച്ചി ആൻഡ് കൊല്ലം. സെബ് സോളാർ, കേരളത്തിന്റെ ഏറ്റവും വിശ്വസ്തമായ എനർജി പാർട്ട്ണർ. ഹ്യൂറിക്സ് ഗൂഗിൾ TV by CJ Smart.
Southern Multi-State Cooperative Credits and Multi-Purpose Society Limited. Mr. Made Skazoo from Skazan India. Aquila Finance, the legacy of trusted service since 1995. Sun Medical and Research Center, a unit of Trichure Heart Hospital Limited. First NABH accredited hospital in Trichure. Jewel Rock Hire Purchase and Leasing Private Limited, Kerala and Tamil Nadu. Kairali Agriculture Multi-State Cooperative Society Limited. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. വിഷയം ഫ്യൂച്ചറാണ്. വരൂ കാണൂ കേൾക്കൂ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫർണിച്ചറുകൾക്ക് കേരളം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കിടിലൻ ഓഫറുകൾ. കിലോ ബസാർ ആൻഡ് എക്കണോമി ചെയിൻ സ്റ്റോർ കൺസെപ്റ്റ് ഓഫ് യൂറോടെക്. വാർത്തകൾ തുടരുന്നു. നിയമസഭയിൽ ചോദ്യോത്തരവേളയ്ക്കിടെ ചിത്തരഞ്ജൻ MLAക്ക് താക്കീതുമായി സ്പീക്കർ. അനുവദിച്ച ചോദ്യത്തിലേക്ക് കടക്കാതെ മറ്റു കാര്യങ്ങൾ സംസാരിച്ചതിനാലാണ് സ്പീക്കർ MLAക്ക് താക്കീത് ചെയ്തത്. ചോദ്യത്തിലേക്ക് ഉടൻ കടക്കണമെന്നും അനാവശ്യ കാര്യങ്ങൾ സഭയിൽ പറയരുതെന്നും സ്പീക്കർ ശാസിച്ചു. സ്പീക്കറുടെ ശാസനയ്ക്ക് പിന്നാലെ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക തന്നെ ചെയ്യുമെന്ന് ചിത്തരഞ്ജൻ MLA തിരിച്ചടിച്ചു. സഭയിലെ ഉന്നത പദവിയായ ചെയറിനോട് വിനയത്തോടെ വേണം പെരുമാറാനെന്നും സഭാ മര്യാദകൾ പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും സ്പീക്കർ പറഞ്ഞു. നന്ദി പ്രമേയ ചർച്ചയിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംസ്ഥാനത്ത് തൊഴിലവസരം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ് വാഗ്ദാനം എന്തായി എന്ന് VD സതീശൻ ചോദിച്ചു. നിയമനങ്ങൾ തടസ്സപ്പെടുത്തുന്നുവെന്നും നടത്തുന്നത് പിൻവാതിൽ നിയമനമെന്നും വിമർശനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനമായി കേരളം മാറിയെന്നും അത് 11 മാസത്തിലേക്ക് കടക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. നമ്മൾ കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം ഏതാ? ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം. 10 മാസമായി കേരളം 1ാം സ്ഥാനത്താ. ഞാൻ എല്ലാ മാസവും നോക്കും, 2ാം സ്ഥാനത്തേക്ക് പോയിട്ടില്ല. നിങ്ങളിവിടെ കുറെ 1ാം സ്ഥാനം പറഞ്ഞല്ലോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഡിപ്പാർട്ട്മെന്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കാണ്. ഏറ്റവും കൂടുതൽ വിലക്കയറ്റം. ആ വിലക്കയറ്റം പാവപ്പെട്ടവന്റെ ജീവിതത്തെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ട്? ആ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ നിങ്ങൾ മാർക്കറ്റിൽ എന്ത് ഇന്റർവെൻഷൻ നടത്തിയിട്ടുണ്ട്? ഒരു ഇന്റർവെൻഷൻ നിങ്ങൾ ചെയ്തിട്ടില്ല. നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ സമയത്ത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് പണം കൊടുത്തിട്ടില്ല. പണമില്ല. പണം ഇല്ലാത്തത് കൊണ്ടാണ് മാർക്കറ്റിൽ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനമായി ഇത് 11ാമത്തെ മാസത്തിലേക്ക് കടക്കുകയാണ്. 11ാമത്തെ മാസം. ഓരോ മാസവും റിപ്പോർട്ട് വരും, നിരന്തരമായി വരികയാണ്. വേറൊരു സംസ്ഥാനത്തിനും 1ാം സ്ഥാനം കൊടുക്കില്ല എന്നുള്ള വാശിയാണ്. സംസ്ഥാന ബജറ്റ് നാളെ. 2ാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റാണ് ധനമന്ത്രി KN ബാലഗോപാൽ നാളെ അവതരിപ്പിക്കുക. ബജറ്റിന് മുന്നോടിയായി സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇന്ന് നിയമസഭയിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനകീയ പ്രഖ്യാപനങ്ങൾക്കും സാധ്യത. ക്ഷേമ പെൻഷൻ വർധനവ്, റബ്ബറിന്റെ താങ്ങുവില വർധന, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ എന്നിവയെല്ലാം ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് സൂചന. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടി മറികടക്കാനുള്ള പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉൾപ്പെടുത്തിയേക്കും. NSSും SNDP യോഗവും തമ്മിലുള്ള ഐക്യത്തിനുള്ള ശ്രമം തുടരുമെന്ന് വ്യക്തമാക്കി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ നിഷ്കളങ്കനും മാന്യനുമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഐക്യം പറഞ്ഞപ്പോൾ സുകുമാരൻ നായർ അനുകൂലിച്ചു. തുഷാറിനെ മകനെ പോലെ സ്വീകരിക്കുമെന്നും പറഞ്ഞു. എന്നാൽ NSSന്റെ ബോർഡ് തീരുമാനം മറിച്ചായി. അതിൽ തനിക്ക് വിഷമമോ പ്രതിഷേധമോ ഇല്ലെന്നും സുകുമാരൻ നായരെ ആരും അധിക്ഷേപിക്കരുതെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. നായർ സമുദായം സഹോദര സമുദായമാണെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവരും തന്നെ മുസ്ലിം വിരോധിയായി മുദ്രകുത്തി. എന്നാൽ തനിക്ക് മുസ്ലിം സമുദായത്തോട് ഒരു വിരോധവുമില്ലെന്നും മുസ്ലിം ലീഗിനോട് മാത്രമാണ് എതിർപ്പെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ പത്മഭൂഷൺ സമുദായത്തിന് കിട്ടിയ അംഗീകാരമാണെന്നും സീറോ ആയ താൻ ഹീറോ ആയെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. അതേസമയം NSS SNDP ഐക്യ പിന്മാറ്റത്തിൽ വിശദീകരണവുമായി NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. ഐക്യം ഒരു കെണിയാണെന്ന് തോന്നിയെന്നും അതിൽ വീഴണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നും സുകുമാരൻ നായർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. NSS ഡയറക്ടർ ബോർഡാണ് ഐക്യം വേണ്ട എന്ന് തീരുമാനിച്ചത്. പിന്മാറ്റത്തിനായി ആരും ഇടപെട്ടില്ലെന്നും വ്യക്തമാക്കി. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് സുകുമാരൻ നായരുടെ പ്രതികരണം. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ തന്ത്രി ഖണ്ഡർ രാജീവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഫെബ്രുവരി 3 മാറ്റി. കടളപ്പാളി കേസിൽ ഫെബ്രുവരി 3 കൊല്ലം വിജിലൻസ് കോടതി വാദം കേൾക്കും.
ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നതെന്നും ഗൂഢാലോചനയിൽ അടക്കം പങ്കുണ്ടെന്നുമാണ് SITയുടെ കണ്ടെത്തൽ. എന്നാൽ സ്വർണ്ണ കവർച്ചയിൽ പങ്കില്ലെന്നാണ് തന്ത്രിയുടെ വാദം. അതേസമയം ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പ്രതികൾ വീണ്ടും റിമാൻഡിൽ. തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജു, സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, ശ്രീകുമാർ എന്നിവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കട്ടളപ്പാളികളിലെ സ്വർണം കട്ടെങ്കിലും പാളികൾ പൂർണ്ണമായും മാറ്റിയിട്ടില്ലെന്ന് VSSC ശാസ്ത്രജ്ഞർ SITക്ക് മൊഴി നൽകി. ശബരിമല കട്ടളപ്പാളികൾ മാറ്റിയിട്ടില്ലെന്നും കവർന്നത് ചെമ്പ് പാളികൾ പൊതിഞ്ഞ സ്വർണമാണെന്നും സ്ഥിരീകരിച്ചു. ചെമ്പ് പാളികൾ പൊതിഞ്ഞ സ്വർണമാണ് കവർന്നതെന്ന് ശാസ്ത്രീയ പരിശോധനാ ഫലം സ്ഥിരീകരിച്ചു എന്നാണ് VSSC ശാസ്ത്രജ്ഞരുടെ മൊഴി. ഇപ്പോഴുള്ളത് ഒറിജിനൽ ചെമ്പ് പാളികൾ തന്നെയാണ്. പോറ്റി കൊണ്ടുപോയി തിരികെ എത്തിച്ച പാളികളിൽ സ്വർണം ഗണ്യമായി കുറഞ്ഞു. കട്ടള പഴയ തന്നെയായിരുന്നു, പക്ഷേ സ്വർണം കവർന്നു. പാളികളിൽ സംഭവിച്ചത് രാസഘടനാ വ്യതിയാനം മാത്രമാണെന്നും VSSC ശാസ്ത്രജ്ഞരുടെ മൊഴിയിൽ പറഞ്ഞു. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഇടത് വലത് മുന്നണികൾക്ക് ഒരുപോലെ പങ്കുണ്ടെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി. കേസിൽ CBI അന്വേഷണം വന്നാൽ സോണിയാഗാന്ധിയുടെ കുടുംബം അടക്കം ജയിലിലാകുമെന്നും അനൂപ് ആന്റണി പറഞ്ഞു. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ആന്റോ ആന്റണി MPയുടെ രാജി ആവശ്യപ്പെട്ട് BJP പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി MPയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച പിണറായി വിജയൻ അന്ന് ആ പിണറായി വിജയൻ ഒപ്പം നിന്നത് ആ പിണറായി വിജയൻ സർക്കാരിന് ഒത്താശ ചെയ്തു കൊടുത്തത് കോൺഗ്രസുകാരാണ്. അതിന്റെ പ്രതിഫലമായിട്ടാണ് ഇന്നിപ്പോൾ പിണറായി വിജയൻ സർക്കാർ ആന്റോ ആന്റണിയെയും അടൂർ പ്രകാശിനെയും ഒന്ന് തൊഴാൻ പോലും തയ്യാറാവാത്തത്. ഇവർ രണ്ടുപേരും ചേർന്ന കുറുവാ സംഘം അവർ കാലങ്ങളായി ശബരിമലയെ തകർക്കാൻ, കേരളത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങളെ തകർക്കാൻ, ഹൈന്ദവ വിശ്വാസത്തെ തകർക്കാൻ ഈ രണ്ട് കൂട്ടും ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിച്ചു വരികയാണ്. ശ്രീമാൻ VD സതീശൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വെള്ളപൂശൽ തുടങ്ങും. ആരെ വെള്ളപൂശൽ? ജമാഅത്ത് ഇസ്ലാമിയെ വെള്ളപൂശാൻ തുടങ്ങും. ഇതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം. സോണിയാഗാന്ധിയുടെ കുടുംബത്തിൽ തന്നെ ഉണ്ട് ആന്റിക് ബിസിനസ്സിൽ ജോലി ചെയ്യുന്നവർ. സോണിയാഗാന്ധിയുടെ സഹോദരി തന്നെ ഈ പുരാവസ്തു ബിസിനസ്സുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി വെറും വാക്ക് പറയുകയല്ല, ഇതിൽ സമഗ്രമായ ഒരു CBI അന്വേഷണം നടന്നു കഴിഞ്ഞാൽ സോണിയാഗാന്ധിയുടെ കുടുംബമടക്കം ഈ കേസിൽ അകത്താകുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ശ്രീമാൻ ആന്റോ ആന്റണിയും അടൂർ പ്രകാശും ഒക്കെ വിചാരിക്കുന്നത് ഈ പിണറായി വിജയൻ സർക്കാരിന്റെ തട്ടിപ്പ് പരിപാടി, ഈ കേരള പോലീസിന്റെ തട്ടിപ്പ് പരിപാടി രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഇത് ഭാരതീയ ജനതാ പാർട്ടിയാണ്, നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഓരോരുത്തരെയും കാരാഗ്രഹത്തിൽ ഇടുന്നവരെയും ഈ സമരവുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. ക്ഷേത്രങ്ങളിലെ അഴിമതിയും ക്രമക്കേടും തടയാൻ ഹൈക്കോടതിയുടെ ഇടപെടൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലെ അക്കൗണ്ടുകൾ ഡിജിറ്റലൈസ് ചെയ്യാൻ ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു. ഡിജിറ്റലൈസേഷൻ നടപടികൾ കേരള ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചറിനെ ചുമതലപ്പെടുത്തി. എത്ര സമയത്തിനകം ഡിജിറ്റലൈസേഷൻ സോഫ്റ്റ്വെയർ തയ്യാറാക്കി നടപ്പാക്കാനാവുമെന്ന് കിറ്റ്ഫ്ര അറിയിക്കണം. അടുത്ത മണ്ഡലകാലത്തിന് മുൻപ് ശബരിമലയിലെ കണക്കുകൾ ഡിജിറ്റലൈസ് ചെയ്യാനാണ് കോടതി ലക്ഷ്യമിടുന്നത്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുടെയും ക്ഷേത്രങ്ങളിലെ കാണിക്ക തിരിമറിയുടെയും പശ്ചാത്തലത്തിലാണ് കോടതിയുടെ ഇടപെടൽ. മൂന്നാം ബലാത്സംഗ കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ രാഹുൽ മാങ്കുട്ടത്തിൽ MLA ജയിൽ മോചിതനായി. അറസ്റ്റിലായി 18ാം ദിവസമാണ് പത്തനംതിട്ട സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ എല്ലാ ശനിയാഴ്ചയും ഹാജരാകണമെന്നും സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും സമൂഹ മാധ്യമ ഭീഷണിയും പാടില്ലെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. രാഹുലിനെ SITക്ക് കൂടുതൽ കസ്റ്റഡിയിൽ ആവശ്യമില്ലാത്ത സാഹചര്യത്തിൽ ജാമ്യം നൽകുന്നു എന്നാണ് കോടതി അറിയിച്ചത്. പ്രതിഭാഗം ഹാജരാക്കിയ ഡിജിറ്റൽ രേഖകളടക്കം കൂടുതലായി പരിഗണിക്കേണ്ടത് കേസിന്റെ അടുത്ത ഘട്ടത്തിലാണെന്നും കോടതി ജാമ്യ ഉത്തരവിൽ പറയുന്നു. ബലാത്സംഗ കുറ്റം നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും കോടതി ഉത്തരവിലുണ്ട്. അതിനിടെ മാവേലിക്കര സബ് ജയിലിന് പുറത്ത് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചു. പ്രവർത്തകരെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് നീക്കി. ജയിലിന് മുന്നിൽ പോലീസുകാരും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കും. നിയമസഭയിലെ
നിയമസഭയിലേക്ക് പോകും. എന്തെങ്കിലും പറയാനുണ്ടോ? 18 ദിവസമായി ജയിൽവാസം. എന്തെങ്കിലും രാഹുൽ മാങ്കുട്ടത്തിൽ MLA-ക്കെതിരായ ആദ്യ ബലാത്സംഗ കേസിൽ വാദം പൂർത്തിയായി. കേസ് പരിഗണിച്ച ഹൈക്കോടതി നടന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണെന്ന് നിരീക്ഷിച്ചു. പരാതിയിൽ പറയുന്ന സംഭവത്തിന് ശേഷവും യുവതി രാഹുൽ മാങ്കുട്ടത്തിൽ MLA-ആയ പാലക്കാട്ടേക്ക് പോയതായി കാണുന്നെന്നും വാട്സാപ്പ് ചാറ്റുകളടക്കം പരിശോധിച്ച് കോടതി യുവതിയുടെ FIR സ്റ്റേറ്റ്മെന്റ് വായിച്ച ശേഷമാണ് പരാതിക്കെതിരെ പരാമർശം നടത്തിയത്. യുവതി മൊഴിയിൽ പറയുന്ന സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ ബലാത്സംഗം നടന്നതായി കണക്കാക്കാനാകില്ലെന്ന് കോടതി വിലയിരുത്തി. വിവാഹിതയായ യുവതി മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിയമപരമായും ധാർമ്മികമായും തെറ്റല്ല എന്നതിനാൽ എങ്ങനെ പ്രതിക്ക് ജാമ്യം നിഷേധിക്കാനാകുമെന്ന് കോടതി ചോദിച്ചു. എന്നാൽ നഗ്ന ദൃശ്യങ്ങൾ കൈവശം വെച്ചതായി കണ്ടെത്തിയാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത് പരിഗണിക്കാനാകുമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. സ്റ്റോക്ക്ഹോം സിൻഡ്രോം അവസ്ഥയിലെത്തിച്ച് യുവതിയെ മാനസികമായി തളർത്തി ലൈംഗികമായി ഉപയോഗിക്കുകയായിരുന്നു പ്രതിയെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്തിമ തീരുമാനം എടുക്കും വരെ രാഹുൽ മാങ്കുട്ടത്തിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. ഹർജി വിധി പറയാനായി മാറ്റി. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കാസർഗോഡ് കുമ്പള അരിക്കാടി ടോൾ ബൂത്തിൽ യാത്രക്കാരനെ കാറിൽ നിന്നും വലിച്ചിഴച്ച് പോലീസ്. യൂസർ ഫീ ഈടാക്കുന്നത് ചോദ്യം ചെയ്തതിന് മർദ്ദനം. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്ത യുവാവിനോട് അസഭ്യമായി മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പരാതി. സംഭവത്തിൽ യുവാവിന്റെ കുടുംബം പരാതി നൽകി. പോലീസുകാർ യുവാവിനെ വലിച്ചിഴയ്ക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കാസർഗോഡാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കാസർഗോഡ് കുമ്പള ആരിക്കാടി ടോൾ ബൂത്തിലാണ് യാത്രക്കാരനെ കാറിൽ നിന്നും പോലീസുകാർ എല്ലാവരും കൂടെ ചേർന്ന് വലിച്ചിഴയ്ക്കുന്നത്. യൂസർ ഫീ ഈടാക്കുന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്നായിരുന്നു പോലീസ് എത്തത്തിൽ ഇയാളെ മർദ്ദിച്ചിരിക്കുന്നത്. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്ത യുവാവിനോട് അസഭ്യമായി പെരുമാറുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പരാതി ലഭിച്ചിരിക്കുന്നത്. സംഭവത്തിൽ എന്തായാലും യുവാവിന്റെ കുടുംബം DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാണ് യുവാവിന് നേരെ മർദ്ദനമാണ് ഉണ്ടായിരിക്കുന്നത്. യാത്രക്കാരനെ കാറിൽ നിന്ന് വലിച്ചിഴയ്ക്കുകയാണ് പോലീസ്. യൂസർ ഫീ ഈടാക്കുന്നത് ചോദ്യം ചെയ്തതാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് നയിച്ചത്. എന്തായാലും കുടുംബത്തോടൊപ്പം യാത്ര ചെയ്ത യുവാവിനോട് അസഭ്യമായി പെരുമാറുകയും മർദ്ദിക്കുകയും ചെയ്തു എന്ന രീതിയിലാണ് പരാതി വന്നിരിക്കുന്നത്. സംഭവത്തിൽ യുവാവിന്റെ കുടുംബം DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ KK ഹർഷിന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിക്ക് മുന്നിൽ സത്യാഗ്രഹം ആരംഭിച്ചു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സമരം ഉദ്ഘാടനം ചെയ്തു. 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിക്കുകയും 15 ദിവസത്തിനുള്ളിൽ പരിഹാരമുണ്ടാക്കാമെന്ന വാഗ്ദാനം ആരോഗ്യമന്ത്രി നൽകിയെങ്കിലും വെറും വാഗ്ദാനങ്ങളിൽ മാത്രം അത് ഒതുങ്ങിയെന്നുമാണ് ഹർഷിനിയുടെ വാദം. വർഷങ്ങളായി നീതിക്ക് വേണ്ടി തെരുവിലിറങ്ങിയിരിക്കുകയാണ്. തനിക്ക് നീതി വേണമെന്നാണ് ഹർഷിത വാദിക്കുന്നത്. 2017 നവംബർ 30-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രസവ ശസ്ത്രക്രിയക്കിടെയാണ് ഹർഷിനിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. പ്രസവശേഷം ഹർഷിനിയുടെ വയറ്റിൽ നിന്നും ഈ കത്രിക 2022 സെപ്റ്റംബർ 17 നടത്തിയ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കുകയായിരുന്നു. തുടർന്ന് കേസിൽ 2 ഡോക്ടർമാരെയും 2 നേഴ്സുമാരെയും പ്രതികളാക്കി പോലീസ് കേസെടുത്തിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കോൺക്രീറ്റ് പാളി അടർന്നു വീണ് തൊഴിലാളിക്ക് പരിക്ക്. ഒഡീഷ സ്വദേശി ഭരതനാണ് പരിക്കുകൾ ഗുരുതരമല്ല. നിർമ്മാണം നടക്കുന്നതിനിടെ പൊളിച്ചു കളഞ്ഞ ശുചിമുറിയുടെ ഭാഗമാണ് ഇടിഞ്ഞു വീണത്. പാരപ്പറ്റിന്റെ മുകളിൽ കയറിയതിന് പിന്നാലെ ഒരു ഭാഗം അടർന്നു വീഴുകയായിരുന്നു. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.
Tripriya Financing Company Private Limited. ചേച്ചി, ഹൈടെക് വീടിന് ഹൈടെക് ടി വി. ഹ്യൂറിക്സാ? അയ്യോ വേണ്ടായിരുന്നു. എന്റെ വക ഒരു ഉഗ്രൻ ഹ്യൂറിക്സ് ഗൂഗിൾ ടി വി. 4 വർഷം വാറണ്ടി അതിന്. വേണ്ടായിരുന്നു. രവി ചേച്ചി ഹായ്. ചേച്ചിയെ പോലെ തന്നെ അൾട്രാ സ്മാർട്ട് ഹ്യൂറിക്സ് ഗൂഗിൾ ടി വി. ഫ്രീ ആയിട്ട് സ്പീക്കറും ഉണ്ട്. വേണ്ടായിരുന്നു. ഇത്രമാത്രം ഫീച്ചേഴ്സ് ഉള്ള ടി വി ആയിരുന്നു ഹ്യൂറിക്സ്. എന്നാ എനിക്കും വേണം ഒരെണ്ണം. സിമ്പിൾ അല്ലേ? cjsmart.tv വഴി വാങ്ങാം, അല്ലെങ്കിൽ CJ സ്മാർട്ട് ഷോപ്പിൽ നിന്നും വാങ്ങാം. ഹ്യൂറിക്സ് ഗൂഗിൾ ടി വി ബൈ CJ സ്മാർട്ട്. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ജയിക്കുകയാണെങ്കിൽ എല്ലാ അമ്മപെങ്ങന്മാർക്കും 100 പവൻ സ്വർണം സൗജന്യമായി നൽകുന്നതായി ഉറക്കെ പ്രഖ്യാപിക്കുന്നു. കൂടാതെ യുവാക്കൾക്ക് സൗജന്യ പട്ടായിട്ട് ഏത് തള്ളും താങ്ങും സെൽസർ സെപ്റ്റിക് ടാങ്ക്. പൊട്ടാത്ത, നിറയാത്ത, ചോരാത്ത സെപ്റ്റിക് ടാങ്ക്. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. കാലം മാറും, ഡിസൈൻ മാറും, പക്ഷെ സ്വർണത്തിനോടുള്ള പ്രണയം എന്നും ഒരുപോലെ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം തൃശൂർ വടക്കുംനാഥന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. BAS ഹോൾമാർക്ക് സ്വർണം, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ സ്റ്റൈലിഷ് ഡിസൈനിലും ട്രഡീഷണൽ ഡിസൈൻസിലും. മാത്രമല്ല, ഡയമണ്ട്സുകൾക്കായി TPRന്റെ സ്വന്തം ബ്രാൻഡായ TPR വജ്രയിലൂടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കാം. നിങ്ങളുടെ ഓരോ ഓർമ്മകളും സ്വർണം പോലെ തിളങ്ങട്ടെ. പൊന്നിൽ തീർത്ത പരിശുദ്ധി. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സുകളും കിച്ചൺ ഫിറ്റിംഗ്സുകളും ഗ്യാരണ്ടിയോടുകൂടി ഫാക്ടറിയിൽ നിന്നും നേരിട്ട് നിങ്ങളിലേക്ക്. ഗ്രാമിന് 1 രൂപയെന്ന ഏറ്റവും സുതാര്യമായ വിലയിൽ ലേറ്റസ്റ്റ് ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇനി നിങ്ങളിലേക്ക്. വിജയകരമായ 3 വർഷങ്ങൾ. കേരളത്തിലുടനീളം 30-ൽ പരം ഷോറൂമുകൾ, 3 ലക്ഷത്തിലധികം സന്തുഷ്ടരായ ഉപഭോക്താക്കൾ. ഇത് ജനങ്ങൾ നെഞ്ചിലേറ്റിയ ജനങ്ങളുടെ ഷോറൂം. കിലോ ബസാർ, നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ കുടുംബത്തിന്. ഫോർ യുവർ ഹോം, ഫോർ യുവർ ഫാമിലി. India's biggest futuristic and vibrant fusion festival is back. The Summit of Future 2026. നമ്മുടെ ജെയിൻ യൂണിവേഴ്സിറ്റി, കൊച്ചി. അതെ, വിഷയം ഫ്യൂച്ചർ ആണ്. വരൂ, കാണൂ, കേൾക്കൂ. The Summit of Future 2026. വാർത്തകൾ തുടരുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ രോഗികൾ പ്രതിസന്ധിയിൽ. എക്സ്റേ എടുക്കാൻ ചെല്ലുന്ന രോഗികളോട് ഫിലിമില്ലെന്നും പകരം സ്മാർട്ട് ഫോണിൽ ഫോട്ടോ ആയ എക്സ്റേ തരാമെന്നുമാണ് ബില്ലിംഗ് സെക്ഷനിൽ നിന്നും പറയുന്നത്. 8 മാസത്തിലധികമായി എക്സ്റേ ഫിലിം ഇവിടെ ഇല്ല എന്ന് സ്ഥിരമായി വരുന്ന രോഗികൾ പറയുന്നു. പുറത്തുള്ള പ്രൈവറ്റ് ലാബിലേക്ക് ആളുകളെ തള്ളിവിടാനുള്ള ശ്രമമാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. എക്സ്റേ എടുക്കാൻ വരുന്ന രോഗികൾക്ക് ഇവിടെ നിന്ന് എക്സ്ട്രാ ലഭിക്കുന്നില്ല. അതിന് കാരണം ഇവരിവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഫിലിം ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ എക്സ്ട്രാ എടുക്കുന്ന രോഗികൾ അവർ എക്സ്ട്രാ എടുത്ത് കഴിഞ്ഞിട്ട് അവരുടെ ഫോണിൽ കമ്പ്യൂട്ടറിൽ നിന്ന് അതിൻ്റെ ഫോട്ടോ എടുത്താണ് ഡോക്ടറെ കാണിക്കുന്നത്. ഇത് പുറത്തുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ സഹായിക്കാൻ ചെയ്യുന്ന കാര്യമാണെന്ന് അതായത് ഇവിടെയുള്ള ജനങ്ങൾ പറയുന്നുണ്ട്. കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റത്തെ എതിർത്തത് റോഷി അഗസ്റ്റിൻ എന്ന് സ്ഥിരീകരിച്ച് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ശരിയായ നിലപാടെടുക്കാൻ റോഷിക്ക് പിൻബലം നൽകിയത് CPIM ആണെന്നും CV വർഗീസ് പറഞ്ഞു. പാർട്ടി കമ്മിറ്റിയിൽ നടത്തിയ പ്രസംഗത്തിന്റെ ശബ്ദരേഖയും പുറത്ത്. ഇതോടെ റോഷി ഏതു വിധനെയും വിജയിപ്പിക്കണമെന്ന വികാരത്തിലേക്ക് സഖാക്കളെത്തി. അങ്ങനെ എത്താത്ത മൂലമറ്റത്തെ ചിലരുണ്ടെന്നും അവരെ പിന്നീട് കാണാമെന്നും ശബ്ദരേഖയിലുണ്ട്. ആ നിലപാട് ഞാൻ പറയും. ഇപ്പൊ കേരള കോൺഗ്രസുമായി നമുക്ക് എന്താ വ്യക്തിബന്ധം? ഇപ്പൊ കേരള കോൺഗ്രസിനകത്ത് ആഭ്യന്തര പ്രശ്നം വന്നു. റോഷി ശരിയായ നിലപാട് റോഷിക്ക് എടുക്കാനുള്ള പിൻബലം റോഷിക്ക് ആരാ കൊടുത്ത? ഒരു ബൂർഷ്വാ പാർട്ടി എന്ന രൂപത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുപോകാൻ മനസ്സ് വരാത്തതിലേക്ക് റോഷിയെ നമുക്ക് എത്തിപ്പിക്കാൻ പറ്റിയില്ലേ? പറ്റിയ അതല്ലേ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം. ശരിയല്ലേ? അല്ലെ അതിന് ശരിയായ കേരള കോൺഗ്രസിനകത്ത് വരുന്ന ഭിന്നാഭിപ്രായം രാജ്യം ചെറിയ നിലപാടെടുത്തെങ്കിൽ കേരള രാഷ്ട്രീയം ഉണ്ടാവോ? അപ്പം നമുക്ക് അത്രമല്ല നമ്മുടെ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയ സെക്രട്ടറിയോടാണ്, രാഷ്ട്രീയമാണെങ്കിലും അപ്പൊ നമുക്കെല്ലാം വായിച്ചേന. ഇനി ഏത് വിധേനയും റോഷിയെ ജയിപ്പിച്ച് അടങ്ങുമെന്നുള്ളതിലേക്ക് നമ്മുടെ സാറിൽ എത്തിയിട്ടില്ലേ? അത് എത്തിയില്ല. അത് എത്തിയാത്തന്മാരാ മൂലവട്ടക്കാരും മറക്കവന്മാരും വരാം. അത് ഞാൻ പറഞ്ഞു. അതിലേക്ക്
കോഴിക്കോട് CPIM-നോട് ഇടഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ ജനതാദൾ പാർട്ടിയെ അനുനയിപ്പിക്കാൻ നീക്കം തുടങ്ങി CPIM ജില്ലാ നേതൃത്വം. LDF-ൽ കടുത്ത അവഗണനയാണ് നേരിടുന്നതെന്നും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ CPIM പലയിടങ്ങളിലും RJD-യെ കാലുവാരിയെന്നും RJD മുൻ സംസ്ഥാന സെക്രട്ടറി P. കിഷൻ ചന്ദ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞിരുന്നു. അനുനയ നീക്കങ്ങളുടെ ഭാഗമായി നാളെ CPIM ജില്ലാ നേതൃത്വം RJD നേതാക്കളുമായി ചർച്ച നടത്തും. കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ RJD മത്സരിച്ചിരുന്ന 5-ൽ 4 തങ്ങളെ തോൽപ്പിക്കാനായി CPIM വോട്ട് മറിച്ചു എന്നാണ് RJD-യുടെ ആക്ഷേപം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ RJD മുന്നണി വിടാനുള്ള സാഹചര്യം കൂടി മുന്നിൽ കണ്ടാണ് CPIM-ന്റെ അനുനയ നീക്കം. കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച എല്ലാ സീറ്റുകളിലും ഇത്തവണ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. സീറ്റുകൾ വിട്ടു നൽകില്ല, വേണ്ടിവന്നാൽ മണ്ഡലം മാറി മത്സരിക്കുമെന്നും നേതാക്കൾ പറയുന്നു. UDF-ലെ പ്രധാന ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് J 10 സീറ്റുകളിൽ മത്സരിക്കുമെന്ന് നേതൃത്വം പറയുന്നു. എന്നാൽ UDF-ന്റെ വിജയസാധ്യത കണക്കിലെടുത്ത് ചില സീറ്റുകൾ വച്ചുമാറാൻ തയ്യാറാണെന്നാണ് നേതൃത്വം സൂചന നൽകുന്നത്. ഇടുക്കി, കോട്ടയം, ആലപ്പുഴ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റികൾ ചില സീറ്റുകൾ കോൺഗ്രസ് Jയിൽ നിന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, ഇടുക്കി ജില്ലയിലെ ഇടുക്കി, ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് എന്നീ മണ്ഡലങ്ങളാണ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് ജില്ലാ നേതൃത്വം ആവശ്യപ്പെടുന്നത്. എന്നാൽ മത്സരിച്ച മണ്ഡലങ്ങൾ വിട്ടു നൽകില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ് J നേതൃത്വം. സമ്മർദ്ദമേറിയാൽ ചില നിയമസഭാ മണ്ഡലങ്ങൾ മാറാൻ തയ്യാറാണെന്ന് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പറയുന്നു. 10 ഇടങ്ങളിലാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത്. ഇതിൽ തൊടുപുഴയിലും കടുത്തുരുത്തിയിലും മാത്രമാണ് ജോസഫ് ഗ്രൂപ്പിന് വിജയിക്കാൻ കഴിഞ്ഞത്. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിലും ചങ്ങനാശ്ശേരിയിലും കോൺഗ്രസ് മത്സരിച്ചാൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും നേതാക്കൾ പങ്കുവയ്ക്കുന്നു. UDF ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് സീറ്റ് വെച്ചുമാറുന്ന കാര്യവും ചർച്ചയായി മാറുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. കേരളം മുഴുവൻ UDF-ന് കിട്ടാൻ പോവുകയാണെന്നും അതിലാദ്യം പിടിക്കുക ബേപ്പൂർ ആയിരിക്കുമെന്നും തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ PV അൻവർ. പരമാവധി മണ്ഡലങ്ങൾ UDF-നായി പ്രവർത്തിക്കണമെന്നാണ് ആഗ്രഹം. ബേപ്പൂരിനൊരു സ്പെഷ്യൽ പരിഗണനയുണ്ടാകും. പിണറായിസവും മരുമോനിസവും ജനാധിപത്യ കേരളത്തിന്റെ ക്യാൻസറാണെന്നും PV അൻവർ പറഞ്ഞു. വളരെ പിന്നോക്കാവസ്ഥ ആരോഗ്യ മേഖലയിലായാലും വോട്ടുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ഒന്നും നടക്കാത്തൊരു മണ്ഡലം. ഒരു സർക്കാർ കോളേജ് പോലും ഇല്ലാത്ത കേരളത്തിലെ അപൂർവ മണ്ഡലങ്ങളിലൊരു മണ്ഡലമാണ് ബേപ്പൂർ. മുഖ്യമന്ത്രിയുടെ മരുമകനായ മന്ത്രി കഴിഞ്ഞ 4.25 വർഷം എന്നിട്ട് പോലും ഈ കാര്യങ്ങൾക്കൊരു പരിഹാരം ഉണ്ടായി. ആശുപത്രി, ആരോഗ്യരംഗം അത്രയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത 23 കോടി രൂപ ചെലവഴിച്ച താലൂക്ക് ആശുപത്രിയുടെ കെട്ടിടം ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ്. രോഗികൾ ഒരു സ്ഥലത്തേക്കും പോകാൻ കഴിയാത്ത പ്രൈവറ്റ് ആശുപത്രിയെ പോയി നിൽക്കേണ്ട ഗതികളിലെത്തി നിൽക്കുകയാണ്. അപ്പം ഇവിടെ ഒക്കെ ഈ പറയുന്ന എല്ലാം ആകാശത്ത് കൂടെയുള്ള മറിമായങ്ങൾ. പരമാവധി മണ്ഡലങ്ങളിൽ പോയി UDF-ന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് എത്രത്തോളം സാധ്യമാകുമോ പിണറായി അധികാരത്തിൽ നിന്ന് ഇറക്കാൻ ഞാൻ അതിനോടൊപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞാണ്. സ്വാഭാവികമായിട്ടും UDF ലീഡർഷിപ്പിന്റെ അത്തരത്തിലുള്ള എല്ലാ കൽപ്പനകളും ബാധ്യസ്ഥനാണ് ഏറ്റെടുക്കുക. പത്തനംതിട്ട അയിരൂരിൽ NSS നേതൃത്വത്തിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ച് കരയോഗം അംഗം രാജിവെച്ചു. അയിരൂർ കാഞ്ഞിറ്റുകര പടിഞ്ഞാറ് 1666 നമ്പർ NSS കരയോഗം അംഗം പ്രസന്നകുമാർ പുറമ്പാറയാണ് കരയോഗത്തിൽ നിന്നും രാജിവെച്ചത്. 6 മാസം മുൻപ് വരെ കരയോഗം വൈസ് പ്രസിഡന്റായിരുന്നു പ്രസന്നകുമാർ. NSS ജനറൽ സെക്രട്ടറിയും നേതൃത്വം വഹിക്കുന്നവരും ഇപ്പോൾ കൈക്കൊണ്ടുവരുന്ന നിലപാടുകൾ ഹിന്ദു സമൂഹത്തിനും സമുദായ അംഗങ്ങൾക്കും കൂടുതൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. നേതൃത്വം അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി സമൂഹത്തെ മലിനസമാക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. NSS-ന്റെ ഒരു കരയോഗം അംഗമായിരുന്നു. ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അത് ഞാൻ നേരത്തെ തന്നെ ഇതിന് മുൻപ് രാജിവെച്ചിരുന്നു. എന്നോട് ഹിന്ദുമത മഹാമണ്ഡലത്തിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. അപ്പോൾ അതുമാതിരിയല്ല, ഞാൻ വ്യക്തിപരമായി NSS-ന്റെ അംഗം എന്നുള്ള നിലയ്ക്കാണ് എനിക്ക് പ്രതിഷേധം ഉള്ളത്. NSS-ന്റെ നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ നിലപാടുകൾ. അപ്പോൾ ആ നിലപാടുകൾ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അംഗത്വം രാജിവെക്കുകയാണ്.
കോഴിക്കോട് എലത്തൂരിലെ 26-കാരിയെ ഒരുമിച്ച് ജീവനെടുക്കാൻ ക്ഷണിച്ച് അരുംകൊല ചെയ്ത സംഭവത്തിൽ പ്രതി വൈശാഖന്റെയും കൊല്ലപ്പെട്ട യുവതിയുടെയും സ്ഥാപനത്തിൽ ഫോറൻസിക്കും പോലീസും പരിശോധന നടത്തി. കൊലപാതകം നടന്ന ഇൻഡസ്ട്രിയൽ സ്ഥാപന മുറിയിൽ നിന്നും നിർണായക തെളിവുകൾ ഫോറൻസിന് ലഭിച്ചു. അതേസമയം പ്രതിയെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിക്കാൻ അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. 16 വയസ്സ് മുതൽ പെൺകുട്ടിയെ വൈശാഖൻ പീഡിപ്പിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് പോക്സോ കേസും ചുമത്തി. വിവരങ്ങൾ റിയാസ് KMR നൽകും. കോഴിക്കോട് എലത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 26-കാരി അതിക്രൂരവും പൈശാചികവുമായി കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതിയായിട്ടുള്ള വൈശാഖന്റെ സ്ഥാപനത്തിൽ ഫോറൻസിക്കും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തിയത്. കോഴിക്കോട് മാളിക്കടവിനടുത്ത മോരിക്കലയിലെ ഐഡിയൽ ഇൻഡസ്ട്രീസിലാണ് പരിശോധന നടത്തിയത്. ഒപ്പം തന്നെ ഈ യുവതി വൈശാഖന്റെ സ്ഥാപനത്തിന്റെ തൊട്ടപ്പുറത്തായി നടത്തിയിരുന്ന ഇപ്പോൾ അടഞ്ഞു കിടക്കുന്ന ബ്യൂട്ടി പാർലർ ഷോപ്പിലും ഈ ഫോറൻസിക് വിദഗ്ധരും ഒപ്പം തന്നെ വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. എലത്തൂർ പോലീസ് ഇൻസ്പെക്ടർ KR രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഫോറൻസിക്കിന്റെയും വിരലടയാള വിദഗ്ധരുടെയും പരിശോധന. ഈ ഒരു മുറിയിൽ വെച്ചാണ് ഈ യുവതിയെ 26-കാരിയെ വൈശാഖൻ ഒരുമിച്ച് ജീവനൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി. പിന്നീട് ജ്യൂസിൽ ഗുളിക കലർത്തി പിന്നീട് അർദ്ധബോധാവസ്ഥയിലാക്കിയ ശേഷം 2 തൂക്കുകയറുകൾ കെട്ടിത്തൂക്കുകയും അതിൽ ഒരു തൂക്കുകയറിൽ ആദ്യം ജീവനൊടുക്കാൻ വിസമ്മതിച്ച ഈ യുവതിയെ വൈശാഖൻ നിർബന്ധിച്ച് ഒപ്പം തന്നെ മർദ്ദിച്ചു എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ നിർബന്ധിച്ച് ഈ യുവതിയെ സ്റ്റൂളിന് പുറത്ത് കയറ്റുകയും യുവതിയുടെ കഴുത്തിൽ കുരുക്കിടുകയും ആ കുരുക്കിട്ടതിനു ശേഷം സ്റ്റൂൾ തട്ടി മാറ്റി ഈ യുവതിയെ കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത്. ഈ യുവതി ജീവന് വേണ്ടി പിടയുന്ന സമയത്തും യുവതി മരിച്ചതിന് ശേഷവും അതിക്രൂരമായി വൈശാഖൻ ഈ യുവതിയെ ബലാത്സംഗം ചെയ്തതായും പ്രതി പോലീസിനോട് ചോദ്യം ചെയ്യൽ സമ്മതിച്ചിരുന്നു. അത്തരം സാഹചര്യ തെളിവുകളെല്ലാം തന്നെ ഈ ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഈ വൈശാഖന്റെ ഈ സ്ഥാപനത്തിൽ ഐഡിയൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന മോരിക്കരയിലെ ഈ സ്ഥാപനത്തിന്റെ ഒരു മുറിയിൽ അവിടെ കെട്ടിത്തൂക്കിയ അതിന്റെ ലക്ഷണങ്ങളൊക്കെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ അതേ മുറിയിലുള്ള ആ CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് ഈ കേസിൽ ഏറെ നിർണായകമായത്. ആ CCTV ദൃശ്യങ്ങളുടെ DVR എല്ലാം തന്നെ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ട്. അതിലെ ദൃശ്യങ്ങളെല്ലാം അതിക്രൂരമാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അങ്ങേയറ്റം മനുഷ്യ മനസാക്ഷിയുടെ ഒരുപക്ഷെ ഹൃദയത്തെ പോലും നോവിക്കുന്ന തരത്തിലുള്ള വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ്, അതിക്രൂരമായ ദൃശ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ കെട്ട് അഴിച്ചു മാറ്റി നിലത്തിറക്കിയതിനു ശേഷം ബലാത്സംഗം ചെയ്യാനായി ഒരു ഷീറ്റ് വിരിച്ച് അവിടെ കിടത്തി ബലാത്സംഗം ചെയ്തു എന്നൊരു വിലയിരുത്തലും പോലീസിനുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ ഈ തെളിവെടുപ്പിനിടെ പോലീസിന്, അതായത് ഈ ഫോറൻസിക്കിന്റെ പരിശോധനയ്ക്കിടെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വിശദമായൊരു തെളിവെടുപ്പ് അനിവാര്യമാണ്. അതിനുവേണ്ടി വൈശാഖനെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ എലത്തൂർ പോലീസ് ഇൻസ്പെക്ടർ KR രഞ്ജിത്ത് ഇത് സംബന്ധിച്ച 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ കൊയിലാണ്ടി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. നിലവിൽ വൈശാഖൻ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. ഈ പെൺകുട്ടിയുടെ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ വൈശാഖൻ എന്ന് പറയുന്നത് പൊതുവെ ആരോടും അധികം മിണ്ടാതെ സൗമ്യനായി നടക്കുന്ന ഒരാളായിട്ടാണ് നാട്ടുകാർ കണ്ടിരുന്നത്. ഈ വൈശാഖൻ ഇത്തരമൊരു ക്രൂരവും പൈശാചികവുമായ ഒരു കൊലപാതകം തനിക്ക് ഏറെ പരിചിതയായ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ യുവതിയുടെ കാര്യത്തിൽ നടത്തിയെന്നുള്ളതും 16 വയസ്സ് മുതൽ ഈ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു വന്നിരുന്നു എന്നുള്ളതുമുള്ള ഞെട്ടലുളവാക്കുന്ന വിവരം കേട്ടതിന്റെ ഒരു ഞെട്ടലിലാണ് നാട്ടുകാരുമുള്ളത്. പരിസരവാസികളോടൊക്കെ സംസാരിക്കുമ്പോൾ അത്തരത്തിലാണ് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ഈ വൈശാഖനെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ പോലീസ് സമർപ്പിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഈ വൈശാഖന്റെ സ്ഥാപനത്തിലും യുവതി നേരത്തെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിലുമെല്ലാം തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ വിരലടയാള വിദഗ്ധരും ഫോറൻസിക്കും പരിശോധന നടത്തിയിരിക്കുന്നു. തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം. താങ്ക്സ് ടു മാക്സിവിഷൻ അഡ്വാൻസ്ഡ് ഐ കെയർ സർജറീസ്. ആളുകൾ കണ്ണടകളോട് വിട പറയുകയാണ്. സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജി, എക്സ്പീരിയൻസ് ഡോക്ടേഴ്സ് ആൻഡ് വേൾഡ് ക്ലാസ് പേഷ്യന്റ് കെയർ. ഞങ്ങൾ നോക്കിക്കൊള്ളാം. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ് എന്തു
ചെയ്യും ചേട്ടാ. പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്, the ultimate dandruff solution. Aquila Finance, the legacy of trusted service since 1995. കഴിഞ്ഞ 30 വർഷങ്ങളായി അക്വില ഫിനാൻസ് ഇവിടെ തന്നെയാണ്, നമ്മളോടൊപ്പം കേരളത്തിൽ. അനശ്വര നിമിഷങ്ങൾക്കായി അനശ്വര സൗന്ദര്യം. The moment a girl become a bride. Fulfill your wedding dreams with lightweight elegance. Anashura Jewelers, the queen of lightweights. Adu, Kochi and Kollam. Kerala Vision Broadband, connect and win. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. ലക്ഷ്മിക്കുട്ടി, ഇതെന്റെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. അപ്പോ ഞാനിത് ജുവലറൊക്കെ കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശക്ക് കൂടുതൽ പണം കിട്ടും. നമ്മെ അറിയുന്ന നല്ലൊരു ഫിനാൻസ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വിലപ്പെട്ടതൊക്കെ നഷ്ടപ്പെടുത്തി കളയണമുണ്ട് ലക്ഷ്മിക്കുട്ടി. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. ഞങ്ങളുടെ സേവനങ്ങളിൽ ഗോൾഡ് ലോൺ, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, സേവിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഡിബഞ്ചേഴ്സ്, മോർഗേജ് ലോൺ, ബിസിനസ് ലോൺ, ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടുന്നു. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലായി 50-ൽ പരം ബ്രാഞ്ചുകൾ. ഞങ്ങളെ ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ നമ്പർ 1800-123-0625. India's biggest futuristic and vibrant fusion festival is back. The Summit of Future 2026. നമ്മുടെ ജെയിൻ യൂണിവേഴ്സിറ്റി, കൊച്ചി. അതെ, വിഷയം ഫ്യൂച്ചറാണ്. വരൂ, കാണൂ, കേൾക്കൂ. The Summit of Future 2026. വാർത്തകൾ തുടരുന്നു. കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടിക്കിടെ DK ശിവകുമാർ അനുകൂലികളോട് കയർത്ത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്നതിനെതിരെ കർണാടക കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിലാണ് സംഭവം. വേദിയിലിരുന്ന സിദ്ധരാമയ്യ പ്രസംഗിക്കാനായി എഴുന്നേറ്റപ്പോഴാണ് സദസ്സിലുണ്ടായിരുന്ന പ്രവർത്തകർ DK എന്ന് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. നിശബ്ദരായിരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടെങ്കിലും മുദ്രാവാക്യം വിളി തുടർന്നതോടെയാണ് സിദ്ധരാമയ്യ അക്ഷമനായത്. പിന്നീട് വേദിയിലുണ്ടായിരുന്ന പ്രാദേശിക നേതാക്കൾ അടക്കം ഇടപെട്ട് പ്രവർത്തകരെ നിശബ്ദരാക്കുകയായിരുന്നു. ಕಾರ್ಯಕ್ರಮವನ್ನು ಯಶಸ್ವಿ ಮಾಡಿಕೊಡ್ಬೇಕಾಗಿ ಇದೆಲ್ಲ ಯೂತ್ ಕಾಂಗ್ರೆಸ್ನವ್ರು ಸ್ವಲ್ಪ ಸುಮ್ಮನೆ ಇರಿ. ಮುಖ್ಯಮಂತ್ರಿಗಳು ಮಾತಾಡ್ತಾ ಇದ್ದಾರೆ, ದಯವಿಟ್ಟು ಇಷ್ಟೊತ್ತಾಗಿ ಇದರಲ್ಲಿ ಹಂಗಿರಿ. ನೀವು ಯಾರು ಕೂಗ್ತಾ ಇದ್ದೀರ ನಂಗೆ ಗೊತ್ತು. ಸುಮ್ಮನೆ ಇರಿ, ಎಲ್ಲ ಸ್ವಲ್ಪ ಸೈಲೆಂಟಾಗಿ ಕೇಳಿ. ಈಗ ಸೈಲೆಂಟಾಗಿ ಕೇಳಿ. ಓಕೆ, ಸೈಲೆಂಟ್ ಆಗಿ ಮುಖ್ಯಮಂತ್ರಿ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്നും 5000 രൂപയുടെ ചെരുപ്പ് വാങ്ങിയ ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ട് കോടതി. 2 മാസം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ചെരുപ്പിന് തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് റിട്ടേൺ ആവശ്യപ്പെട്ടെങ്കിലും വിൽപ്പനക്കാരൻ സാധനം തിരികെ സ്വീകരിക്കാനോ പണം തിരികെ നൽകാനോ തയ്യാറായില്ല. തുടർന്ന് ഫ്ലിപ്കാർട്ടിനെ സമീപിച്ചെങ്കിലും വിൽപ്പനക്കാരനുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നായിരുന്നു കമ്പനിയുടെ മറുപടി. തുടർന്ന് ഉപഭോക്താവ് ഉപഭോക്തൃ കോടതിയെ സമീപിക്കുകയായിരുന്നു. പരാതി പരിഗണിച്ച കോടതി നഷ്ടപരിഹാരമായി 25,000 നൽകാൻ ഉത്തരവിടുകയായിരുന്നു. 5095 രൂപയോളം ഇതിന് പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിയത്. എന്താ വെച്ചാൽ അത്ര അട്രാക്റ്റീവ് ആയതുകൊണ്ടും യൂസ് ചെയ്യാൻ സുഖമാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഒരിക്കലും പ്രൈസ് പറഞ്ഞുകൊണ്ട് ഓൺലൈനിൽ പോയതല്ല. ഈ പ്രൊഡക്റ്റ് ഓഫ്ലൈനിൽ തപ്പി കിട്ടാതെ നമ്മൾ ഓൺലൈനിൽ പോയതാണ്. പക്ഷേ എടുത്ത് 2 മാസം കൊണ്ട് തന്നെ കംപ്ലയിൻറ്റ്സ് വരികയും
നിറം പോകുന്ന കംപ്ലയിൻസ് ആയി. ആദ്യം മെല്ലെ മെല്ലെ കറുത്ത നിറം വരുന്ന പോലെയായി. കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ തിരിച്ചു തരില്ല, മാറ്റി തരില്ല എന്ന് പറഞ്ഞു. നമ്മളൊരു സംരംഭകനാണ്, അപ്പോൾ നമുക്ക് കൺസ്യൂമർ വാല്യൂസിനെ പറ്റിയൊക്കെ ഭയങ്കര ബോധമാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ സെല്ലറുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഒരു സെല്ലർ നമ്പർ തരാൻ കഴിയില്ല എന്ന് ഫ്ലിപ്കാർട്ട് നമ്മളോട് പറയുകയും അതിനുശേഷം നമ്മൾ കോടതി കൂടെ മൂവ് ചെയ്യുകയും കൃത്യമായി കോടതി കാര്യങ്ങൾ നോക്കി കാണുകയും ചെയ്തപ്പോൾ നമുക്ക് ഒരു വിധി ഉണ്ടായി. $25,000 നമുക്ക് കോടതി അനുകൂലമായിട്ട് ഒരു വിധി വിധിച്ചു. ഇസ്രയേലിലേക്ക് ജോലി വാഗ്ദാനം നൽകി നിരവധി പേരെ വഞ്ചിച്ചതായി പരാതി. കോഴിക്കോട് മുക്കത്തെ ഗ്രേസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിന് നേരെയാണ് പരാതി ലഭിച്ചിരിക്കുന്നത്. പരാതിക്കാരിൽ ഒരാൾ സ്ഥാപനത്തിന് മുന്നിൽ കയ്യിൽ പെട്രോളുമായി ആത്മഹത്യാ ഭീഷണി മുഴക്കി. പേരാമ്പ്ര മുതുകാട് സ്വദേശി ജോഷിയാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. പല തവണകളായി ലക്ഷങ്ങളാണ് സ്ഥാപനം തങ്ങളിൽ നിന്ന് വാങ്ങിച്ചെടുത്തതെന്നും പരാതിക്കാർ പറഞ്ഞു. തുടർന്ന് സ്ഥാപന ഉടമയും സമരക്കാരും മുക്കം പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന ചർച്ചയിൽ ഏപ്രിൽ 10 മുൻപ് പണം നൽകാമെന്ന ഉറപ്പിന്മേലാണ് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായത്. ഇസ്രായേലിൽ കൊണ്ടുവന്ന് പറഞ്ഞ് 3,35,000 രൂപ മേടിച്ച് പറ്റിച്ചാണ്. എനിക്ക് എന്റെ ആധാരം വരെ 23 സെന്റ് സ്ഥലമുള്ളൂ, 3 മക്കളുണ്ട്. കൊച്ചിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് വിദേശത്ത് പോകാൻ ഞാൻ നിന്നത്. 3,35,000 ചെക്ക് എന്റെ അടുത്തിരിപ്പുണ്ട്. ചെക്ക് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തു, അവിടെ പൈസ ഇല്ലാണ്ട് മടങ്ങി. എനിക്ക് യാതൊരു നിർവാഹമില്ല. എന്റെ മക്കളെ പോരാൻ കിട്ടുന്നത് ഇസ്രായേലിലേക്ക്. എത്ര രൂപ വിസക്ക് പറഞ്ഞേ? വിസയ്ക്ക് 5.5 ലക്ഷം രൂപയാണ് ആദ്യം പറഞ്ഞത്. പിന്നെ അത് 7 ലക്ഷം രൂപ വരെ ആക്കി. 7 ലക്ഷം പൈസ കൊടുത്തിട്ട് ജോലി ഇല്ലാന്ന് പറയണേ. എന്റെ വണ്ടി വിപ്പിച്ചു, എന്റെ റബ്ബർ എടുത്ത് പാട്ടം വെട്ടുന്ന ആളായിരുന്നു. എന്റെ തോട്ടം വിപ്പിച്ചു, എന്റെ എല്ലാ സമിതി ഇയാൾ നശിപ്പിച്ചു. ജോലി സകലമായ ജോലി. ആകെ ഞാൻ തോട്ടം തൊഴിലാളിയാണ്. ആ ജോലി മാത്രം രാജിവെച്ചിട്ടില്ല. നാട്ടുകാരോട് പറഞ്ഞില്ല എന്ന് പറയരുത്. അതിന്റെ പേരിലാണ് വന്നത്. ജീവിതം വഴിമുട്ടിയുണ്ടാണ്. എന്റെ കുടുംബം അതേമാതിരി പട്ടിണിയാണ്. പേരെയാണ് ഇയാൾ പറ്റിച്ചതെന്നറിയാമോ? എന്റെ അവസ്ഥ ഏതാണ്? പാലക്കാട് നാട് റോഡിൽ നിസ്കരിച്ച സ്ത്രീ. പാലക്കാട് IMA ജംഗ്ഷനിലായിരുന്നു സംഭവം. കുനിയമത്തൂർ സ്വദേശി അനീസയാണ് റോഡിൽ നിസ്കരിച്ചത്. പ്രദേശത്ത് ഗതാഗതക്കുരുക്കുണ്ടായതോടെ പോലീസ് ഇടപെട്ട് അനീസയെ സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് നീക്കി. അനീസയുടെ മരണപ്പെട്ട ഭർത്താവിന് അവകാശപ്പെട്ട ഭൂമിയുടെ വിഹിതം ഇവരുടെ കുടുംബത്തിന് നൽകാതെ ഭർത്താവിന്റെ സഹോദരന്മാർ വീതം വെച്ചിരുന്നു. പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഇല്ലാതായതോടെയാണ് പ്രതിഷേധവുമായി നിസ്കാരം നടത്തിയതെന്നാണ് അനീസയുടെ വിശദീകരണം. ഇവർക്കൊപ്പമുണ്ടായിരുന്ന സഹോദരൻ മറ്റൊരു കടയിലേക്ക് പോയ സമയത്തായിരുന്നു സംഭവം. തൃശൂർ കുറ്റൂർ നായ്തലക്കാവ് പൂരത്തിനിടെ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. കുറ്റൂർ സ്വദേശി അരുണിനെ കൊലപ്പെടുത്തിയ കേസിലാണ് ബിബിൻ, സുമേഷ് എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. 2010 കേസിനാസ്പദമായ സംഭവം. മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ പ്രതികൾ രഞ്ജിത്തിനെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ 30 സാക്ഷികളെ വിസ്തരിക്കുകയും 18 തൊണ്ടിമുതലുകൾ ഹാജരാക്കുകയും ചെയ്തിരുന്നു. പ്രതികൾക്കുള്ള ശിക്ഷ ജനുവരി 30 വിധിക്കും. കൊല്ലം കണ്ണനല്ലൂരിൽ അയൽവാസിയെ സിമന്റ് കട്ട കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി പിടിയിൽ. കുണ്ടുമൺ സ്വദേശി നിസാമാണ് പിടിയിലായത്. കടം വാങ്ങിയ പൈസയെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്നായിരുന്നു മർദ്ദനം. കുമ്മല്ലൂർ സ്വദേശി ഷമീർ ഹുസൈനെ സിമന്റ് കട്ട ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ ഷമീർ പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് പോലീസ് നിസാമിനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. കണ്ണൂർ ചിറ്റാരിപ്പറമ്പ് CPIM ലോക്കൽ സെക്രട്ടറി P. ജിനീഷിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തുകയും കൊലവിളി മുഴക്കുകയും ചെയ്തതായി പരാതി. ട്രാവലിലെത്തിയ സംഘമാണ് ജിനീഷിന്റെ വീട്ടിലെത്തി വധഭീഷണി മുഴക്കിയത്. സംഭവ സമയത്ത് മാതാപിതാക്കൾ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. സംഭവത്തിന് പിന്നാലെ ജിനീഷ് കണ്ണവം പോലീസിൽ പരാതി നൽകി. RSS BJP സംഘമാണ് വധഭീഷണി മുഴക്കിയതെന്നാണ് പരാതി. സംഭവത്തിൽ പ്രതിഷേധിച്ച് CPIMന്റെ നേതൃത്വത്തിൽ ചുണ്ടയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന പ്രദേശത്ത് RSS ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് ആരോപിച്ചു. CPIM ആരോപിച്ചു. കഴിഞ്ഞ ദിവസം ഞായറാഴ്ച രാത്രി ഏകദേശം 9:45 RSSന്റെ ഒരു ഒറ്റ ക്രിമിനലുകൾ ഒരു വണ്ടിയിൽ വന്ന് വീട്ടിൽ വന്ന് എനിക്കെതിരെ വധഭീഷണി മുഴക്കുകയും അച്ഛനും അമ്മയ്ക്കെതിരെ തെറിയഭിഷേകം നടത്തുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. സമാധാനം നിലനിൽക്കുന്ന മേഖലയിലാണ് നിരന്തരം സംഘർഷം ഉണ്ടാക്കുന്ന പേരിൽ ഇത്തരത്തിൽ RSS പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം രാത്രിയും കണ്ണവത്ത് വെച്ച് കണ്ണവത്തെ RSS ക്രിമിനലുകൾ എൻ്റെ പിറകെ വരികയും
എൻ്റെ കയ്യിലുള്ള എന്താ ബാഗടക്കം തട്ടിപ്പറിച്ചുകൊണ്ട് എന്നെ വധിക്കാനുള്ള ശ്രമം നടത്തി ഞാൻ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. നിരന്തരം ഈ മേഖലയിൽ സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് RSS നടത്തുന്നത്. ഗുരുവായൂരിലെ NSS ഗസ്റ്റ് ഹൗസിലെ മുറിക്കുള്ളിൽ പാമ്പിനെ കണ്ടെത്തി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ കുടുംബമാണ് പാമ്പിനെ കണ്ടത്. മുറിക്കുള്ളിലെ ശുചിമുറിയിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. മുറിക്ക് പുറത്തെ വരാന്തയിൽ പഴയ മെത്തകൾ അടുക്കി വെച്ച നിലയിലാണുള്ളത്. വേറെ എടുക്കാനൊന്നുമില്ല, അത്രയേ ഉള്ളൂ. തൃശൂർ കൊടുങ്ങല്ലൂർ അഴീക്കോട് ബീച്ചിലുണ്ടായ തീപിടുത്തത്തിൽ അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു. മുനിക്കൽ ബീച്ചിലെ മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിന് പിറകുവശത്തെ അടിക്കാടിനാണ് തീപിടിച്ചത്. കൊടുങ്ങല്ലൂരിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് തീയണച്ചത്. ഒരു മാസത്തിനിടെ നിരവധി തവണ മുനിക്കൽ ബീച്ചിൽ തീപിടുത്തമുണ്ടായിട്ടുണ്ട്. തീപിടുത്തത്തിന് പിറകിൽ സാമൂഹ്യ വിരുദ്ധരാണെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. തിരുവനന്തപുരം കിളിമാനൂരിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടായി. MC റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഘർഷമുണ്ടായത്. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടാവുകയും പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയുമായിരുന്നു. കിളിമാനൂർ വാഹനാപകടത്തിൽ മരിച്ച രഞ്ജിത്തിന് ചികിത്സാ വീഴ്ചയുണ്ടായതിൽ അധികൃതർക്കെതിരെ നടപടിയെടുക്കണമെന്നും ദമ്പതികളുടെ മരണത്തെ തുടർന്ന് അനാഥരായ കുഞ്ഞുങ്ങളുടെ ചിലവുകൾ സർക്കാർ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കളിൽ കിളിമാനൂരിൽ നിരാഹാര സമരം നടത്തിവരികയായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചത്. തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം. ബാക്ക്പാക്കർ ധ്രുവല്ലത് പോയി നോക്കാം. ഹായ് സർ, വി ആർ ബിഗ് ഫാൻ ഓഫ് യുവർ വ്ലോഗ്സ്. കേരളത്തെ പറ്റിയുള്ള പഴയ വീഡിയോസ് എല്ലാം നല്ല രസമാണ്. Oh, that's great to hear. Sit. Thank you, sir. Thank you, sir. What excites you to come here so many times? It's a place that pulls you back again and again. रुको, तुम्हें कुछ दिखाता हूँ. इन रास्तों को देखो. ये तो मुफ्त में रोलर कोस्टर राइड जैसा था, पर मंजिल कम से कम सफर के काबिल तो था. Yes, you asked what excites me to be in Kerala. This time something very specific amazed me. This time the journey was the destination. Smooth roads, happy rides. It feels like the entire state has become more connected, more accessible. It's not just a change, it's a transformation. That's the real story of Kerala. It was lovely meeting you both. You, sir. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സുകളും കിച്ചൺ ഫിറ്റിംഗ്സുകളും ഗ്യാരണ്ടിയോടുകൂടി ഫാക്ടറിയിൽ നിന്നും നേരിട്ട് നിങ്ങളിലേക്ക്. ഗ്രാമിന് ₹1 എന്ന ഏറ്റവും സുതാര്യമായ വിലയിൽ ലേറ്റസ്റ്റ് ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇനി നിങ്ങളിലേക്ക്. വിജയകരമായ 3 വർഷങ്ങൾ. കേരളത്തിലുടനീളം 30-ൽ പരം ഷോറൂമുകൾ, 3 ലക്ഷത്തിലധികം സന്തുഷ്ടരായ ഉപഭോക്താക്കൾ. ഇത് ജനങ്ങൾ നെഞ്ചിലേറ്റിയ ജനങ്ങളുടെ ഷോറൂം. കിലോ ബസാർ, നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ കുടുംബത്തിന്. ഫോർ യുവർ ഹോം, ഫോർ യുവർ ഫാമിലി. ഞാൻ കാവേരി.
ഞങ്ങൾ 4 മക്കളുടെയും ഹീറോ അച്ഛനാണ്. അമ്മയും മുത്തശ്ശി എന്തൊക്കെ വിലക്കാലും അതൊന്നും വകവെക്കരുതെന്നാണ് അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് അത്ര പാവമൊന്നും അല്ല ഞങ്ങള്. അച്ഛനുള്ള വീട് അതെന്നും ആഘോഷമായിരുന്നു. പക്ഷേ ഒരേ കടൽ ഒരേ തിര ഒരേ വെയിൽ ഒരേ തണൽ. ഈ പുഴയും കടന്ന് ഫെബ്രുവരി 2 മുതൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:30. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. Win me, you will know the taste. Now it's my Skazu. Get ready to have your mind tied up. Mr. Made Skazu from Skazan India. വാർത്തകൾ തുടർന്നു. കൊല്ലം പെരിനാട് പഞ്ചായത്തിൽ 17-18 വാർഡിലെ റോഡ് തകർന്ന നിലയിൽ. ദിനംപ്രതി ഇതുവഴി നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. സ്കൂൾ കുട്ടികളുടെ വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ ആശ്രയിക്കുന്ന റോഡാണിത്. മഴക്കാലമായി കഴിഞ്ഞാൽ വെള്ളക്കെട്ട് മൂലം പെരിനാട് സ്കൂളിനോട് ചേർന്നുള്ള ഭാഗം റോഡ് ഏത് കുഴിയേതെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നും ഇതുമൂലം നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. നമ്മളുടെ അവസ്ഥയാണിത്. ഞാൻ ഒരു ദിവസം ഈ റോഡിൽ കൂടി 8 പ്രാവശ്യം പോകുന്നതാണ്. അമ്പലത്തിലായാലും എൻ്റെ വൈഫ് ഹൗസിലേക്കായാലും എവിടേക്കായാലും ഞാനിങ്ങനെ ഇതുവഴി 8 പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കും. ഈ റോഡിൽ വീണ് അപകടം സംഭവിച്ചതാണ് എൻ്റെ ഈ വണ്ടിയുടെ ഈ അവസ്ഥ. 6-7 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഫുള്ള് വെള്ളക്കെട്ടായിരുന്നു. ആ വെള്ളക്കെട്ടിൻ്റെ സമയത്ത് ഞാൻ ഇതുവഴി പോകുമ്പോൾ കുഴി ഏതാണെന്ന് അറിയാൻ വയ്യാതെ ഞാനിവിടെ വീണു. അതുപോലെ ഈ സ്കൂളിലും പല സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികൾ യൂണിഫോം ധരിച്ച് ഇതുവഴി വരുമ്പോൾ അവരുടെ ഷൂവിനുള്ളിൽ ഈ മലിനജലം കയറുകയും മലമൂത്ര വിസർജനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഒഴുകി വന്നിവിടെയാണ് കെട്ടിക്കിടക്കുന്നത്. ഇത് കുട്ടികളുടെ ഷൂവിനുള്ളിൽ കയറുകയും രാവിലെ മുതൽ വൈകിട്ട് വരെ ആ സ്കൂളിലിരുന്ന് പഠിക്കേണ്ടുന്ന ആ ഒരു അവസ്ഥ. കാലിൽ ചൊറി അങ്ങനെയുള്ള ജലജന്യ രോഗങ്ങളൊക്കെ കുട്ടികൾക്ക് പകരുന്നുണ്ട്. അത് സാഹിത്യം ജനങ്ങൾ തമ്മിലുള്ള അകലം ഇല്ലാതാക്കുമെന്ന് കവിയും ഗാനരചയിതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ കെ ജയകുമാർ. ജനങ്ങൾ തമ്മിലും രാജ്യങ്ങൾ തമ്മിലുമുള്ള അകലം കുറയ്ക്കുവാൻ സാഹിത്യത്തിന് കഴിയുമെന്ന് കെ ജയകുമാർ പറഞ്ഞു. റഷ്യൻ കവി സെർഗേയ് യെസനിന്റെ തിരഞ്ഞെടുത്ത കവിതകളുടെ മലയാള പരിഭാഷ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. റോസ്മേരി, കെ ജയകുമാർ, കെ പി മോഹനൻ, ശാന്തൻ, ഹരിദാസൻ എന്നിവരാണ് കവിതകൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. തിരുവനന്തപുരത്ത് റഷ്യൻ കൾച്ചറൽ സെന്ററിലായിരുന്നു പരിപാടി. കൊല്ലം പെരിനാടിൽ പ്രവാസി കർഷകന്റെ കൃഷിയിടത്തിലെ 400 മൂടി ഏത്തവാഴകൾ വിളവെടുക്കാൻ പാകമാകുന്നതിന് മുൻപ് തന്നെ കൊലയോടുകൂടി ഒടിഞ്ഞു വീണു. പെരിനാട് സ്വദേശി സത്യപ്രസാദിന്റെ ഏത്തവാഴ കൃഷിയാണ് ഒടിഞ്ഞു വീണത്. ഭൂമി പാട്ടത്തിനെടുത്ത് കാർഷിക വിളകൾ, വാഴകൃഷി, ചെണ്ടുമല്ലി കൃഷി തുടങ്ങിയവ കൃഷി ചെയ്ത് വിജയം കണ്ടു. പക്ഷേ ഡിസംബറോടുകൂടി വേനൽച്ചൂട് ആരംഭിച്ചപ്പോഴേക്കും സത്യപ്രസാദിന്റെ കൃഷിയിടത്തിലെ 400 മൂട് കുലച്ച ഏത്തവാഴ ഒടിഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇതുമൂലം സംഭവിച്ചതെന്നും കൃഷിഭവനിൽ നിന്നോ കൃഷി വകുപ്പിൽ നിന്നോ യാതൊരുവിധ ധനസഹായങ്ങളും ലഭിച്ചില്ല എന്നും സത്യപ്രസാദ് പറയുന്നു. കഴിഞ്ഞ അവാർഡിന് വേണ്ടിയിട്ട് വാഴക്കൃഷി കൂടുതൽ ചെയ്തിരുന്നു. ഒരു 400-ൽ പരം ഏത്തവാഴ കൃഷി ചെയ്ത് അത് ഒരു ഡിസംബർ 15 തൊട്ടാണ് ഇത് ഇങ്ങനെ ഈ വരൾച്ച അനുഭവപ്പെട്ടത്. അപ്പം നല്ലതുപോലെ കൊലച്ച് വന്ന് കൊലച്ച് 2 മാസം ആവാറാവുന്നതിന് മുമ്പ് ഇത് ഓരോന്നോരോന്നോരോന്ന് ഒടിച്ച് വീഴാൻ തുടങ്ങി. ചൂടിന് വെള്ളം ഒഴിച്ചിട്ടും നിൽക്കാത്തൊരവസ്ഥയായിപ്പോയി. അത് ഞാൻ ചെന്ന് കൃഷി 400 വാഴയോളം ഞാൻ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്. വെക്കുന്നതിന് 2 മാസം കഴിഞ്ഞ് ഇൻഷുറൻസ് ചെയ്തായിരുന്നു. അപ്പോൾ അതുണ്ടായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമെന്നുള്ള രീതിയിൽ കൃഷിഭവനിൽ ചെന്ന് പറഞ്ഞു. കൃഷിഭവനിൽ ചെന്നപ്പോൾ അവിടെ സ്റ്റാഫുകളില്ല. അപ്പോൾ ഞാനിത് ബ്ലോക്കിൽ പ്രസിഡൻ്റ് അടുത്ത് റിപ്പോർട്ട് ചെയ്ത്, AD എടുത്ത് റിപ്പോർട്ട് ചെയ്ത്, അക്ഷയ കൊണ്ടുവന്ന് ഇൻഷുറൻസ് ചെയ്തതിൻ്റെ അവിടെ റിപ്പോർട്ട് ചെയ്ത് ആ പേപ്പർ കൊണ്ടുവന്ന് കൃഷി ഓഫീസർ കൊടുത്തു. പക്ഷേ അത് കൃഷിഭവനിൽ നിന്ന് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അവരിത് രജിസ്റ്റർ ചെയ്യുകയോ ഇത് FIR ഇടുകയോ ഒന്നും ചെയ്തിട്ടില്ല.
കൊല്ലം കോട്ടയത്തെ ട്രാൻസിറ്റ് ഹോമിലുണ്ടായ സംഘർഷത്തിൽ വിദേശികളും വിചാരണ തടവുകാരുമായ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് കൊണ്ടുവന്ന നൈജീരിയൻ സ്വദേശിയെ ട്രാൻസിറ്റ് ഹോമിൽ താമസിപ്പിക്കാത്തതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. അന്തേവാസികളുടെ എണ്ണം പരിധിയിൽ കഴിഞ്ഞതിനാൽ ഇയാളെ താമസിപ്പിക്കാൻ കഴിയില്ലെന്ന് അധികൃതർ രേഖാമൂലം അറിയിക്കുകയും തിരിച്ചയക്കുകയുമായിരുന്നു. പ്രതിഷേധത്തിനിടെ ഓഫീസിലെ രേഖകളും സാധനങ്ങളും നശിപ്പിക്കുകയും ഗേറ്റ് കീപ്പറുടെ കയ്യിൽ നിന്നും താക്കോൽ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സംഭവത്തിൽ ഏകദേശം 10,000 രൂപയുടെ നഷ്ടമുണ്ടായതായി അധികൃതർ അറിയിച്ചു. കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് തടവ് ശിക്ഷ കാലാവധി തീർന്ന ശേഷം വിദേശത്തേക്ക് മടങ്ങാനിരിക്കുന്നവരെയും അനധികൃതമായി രാജ്യത്ത് തങ്ങുന്നവരെയും പാർപ്പിക്കാനുള്ള കേന്ദ്രമാണിത്. തൃശൂർ എരുമപ്പെട്ടിയിൽ യുവാക്കൾ ഓടിച്ച കാർ നിയന്ത്രണം വിട്ട് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറും ഇലക്ട്രിക് പോസ്റ്റും ഇടിച്ച് തകർത്തു. അപകടത്തിന് ശേഷം നിർത്താതെ പോയ കാർ പോലീസ് പിടികൂടി. കാറിലുണ്ടായിരുന്ന 2 യുവാക്കൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പിന്തുടർന്ന് പിടിക്കുകയായിരുന്നു. വെള്ളറക്കാട് ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാർ എരുമപ്പെട്ടി ആശുപത്രിക്ക് സമീപത്തെ പെട്രോൾ പമ്പിന് മുന്നിൽ വെച്ച് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലും കാറിലും ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ 2 കാറുകളുടെയും മുൻവശം തകർന്നിട്ടുണ്ട്. എറണാകുളം മൂവാറ്റുപുഴ കൂത്താട്ടുകുളം MC റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ റോഡരികിലെ സംരക്ഷണ ഭിത്തിയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം. ചെങ്ങന്നൂർ സ്വദേശി തോമസ് M. കോശിയാണ് മരിച്ചത്. തൃശൂർ ഭാഗത്തു നിന്നും പുനലൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന 3 അംഗ സംഘം സഞ്ചരിച്ച കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് ആറൂർ ചാന്ത്യം കവലയ്ക്ക് സമീപം റോഡരികിലെ സംരക്ഷണ ഭിത്തിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റവരെ ഉടൻ തന്നെ കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും തോമസിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കോഴിക്കോട് ഉള്ളിയേരി പൊയിൽത്താഴത്ത് ബൈക്കും ഓട്ടോയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഹോംഗാർഡ് മരിച്ചു. ഉള്ളിയേരി സ്വദേശിയായ പ്രകാശനാണ് മരിച്ചത്. ഇന്നലെ രാത്രി ബാലുശ്ശേരി ഭാഗത്തു നിന്നും വരികയായിരുന്ന പ്രകാശൻ സഞ്ചരിച്ചിരുന്ന ബൈക്കും അതേ ദിശയിൽ വരികയായിരുന്ന പാസഞ്ചർ ഓട്ടോയും തമ്മിലിടിച്ചാണ് അപകടമുണ്ടായത്. താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡാണ് പ്രകാശൻ. കാസർഗോഡ് കുശാൽ നഗർ സ്വദേശി ട്രെയിൻ തട്ടി മരിച്ചു. പുലൂർ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനായ M. നിതീഷാണ് മരിച്ചത്. വീട്ടിൽ നിന്നും ഏറെ അകലെയാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കോഴിക്കോട് ബേപ്പൂരിൽ നിന്നും മാവൂരിലേക്ക് പോയ കാർ നിയന്ത്രണം വിട്ട് വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞു. മാവൂർ സ്വദേശി ഇക്ബാൽ സഞ്ചരിച്ച കാറാണ് വെള്ളത്തിലേക്ക് മറിഞ്ഞത്. നാട്ടുകാർ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചു. കാറിനുള്ളിൽ സീറ്റ് ബെൽറ്റ് കുടുങ്ങി വെള്ളത്തിനടിയിൽ ശ്വാസം കിട്ടാതെ കുടുങ്ങിപ്പോയ ഇയാളെ ഉടൻ തന്നെ പുറത്തെടുത്ത് CPR നൽകുകയും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. തിരുവനന്തപുരം വെമ്പായത്ത് KSRTC ബസ്സിന് പുറകിൽ മറ്റൊരു KSRTC ബസ് ഇടിച്ച അപകടം. വെമ്പായം മഞ്ചാടിമുട്ടിൽ വെച്ചാണ് അപകടമുണ്ടായത്. ചടയമംഗലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ KSRTC ബസ്സും പത്തനാപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ ബസ്സും തമ്മിലാണ് ഇടിച്ചത്. ബസ്സിലുണ്ടായിരുന്ന ഗർഭിണി, ബസ്സിലെ ഡ്രൈവറിനും കണ്ടക്ടറിനും ഉൾപ്പെടെ 10ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും വെഞ്ഞാറമ്മൂട് ഗോകുലം ആശുപത്രിയിലും കന്യാകുളങ്ങര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും പ്രവേശിപ്പിച്ചു. തൃശൂരിൽ തുടരുന്ന അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്കിനോടനുബന്ധിച്ച് ഒരുക്കിയ ചിത്ര പ്രദർശനം ശ്രദ്ധേയമാകുന്നു. നാടകങ്ങളുടെ രത്ന ചുരുക്കങ്ങളാണ് ചിത്രങ്ങളായി പ്രദർശനത്തിൽ നിറഞ്ഞു നിന്നത്. കേരള സംഗീത നാടക അക്കാദമിയുടെ അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്കിന്റെ 16ാം പതിപ്പിലെ ചിത്രപ്രദർശനമാണ് വേറിട്ട അനുഭവമാകുന്നത്. അരങ്ങിലെത്തുന്ന നാടകങ്ങളെ വരയിലൂടെ ക്യാൻവാസുകളിൽ ഒരുക്കിയിരിക്കുകയാണ്. പ്രദർശനിയിൽ പങ്കെടുത്ത 4 കലാകാരന്മാരിൽ ഒരാളും നാടക പ്രവർത്തകനുമായ വിജേഷിന്റെ ആകസ്മിക വിയോഗം വലിയ വിടവ് വരുത്തുമ്പോഴും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പ്രദർശനിയിൽ നിറയുകയാണ്. നാടകങ്ങളോടുള്ള അടങ്ങാത്ത പ്രണയമാണ് വിജേഷിന്റെ ക്യാൻവാസുകളിൽ വിരിഞ്ഞത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് KV വിജേഷ് KV ഈ ഒരു ഇറ്റ്ഫോക്കിനെ നോക്കിക്കണ്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ ചിത്രം വളരെ അത്യാഹ്ലാദത്തോടു കൂടി ഈ ഒരു തിയേറ്ററിൽ ഉണ്ടാവും, ഈ ഒരു ഫെസ്റ്റിവലിൽ ഉണ്ടാവും എന്നുള്ള വളരെ പ്രതീക്ഷയോടെയാണ് അദ്ദേഹം കാത്തിരുന്നത്. പക്ഷേ അദ്ദേഹം കുറച്ച് ദിവസങ്ങൾ ഇറ്റ്ഫോക്ക് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം അദ്ദേഹം നമ്മളെ വിട്ടുപിരിയുകയുണ്ടായിരുന്നു. 3ാം തിയേറ്റർ എന്ന ആശയത്തെ ജനകീയമാക്കിയ ബാദൽ സർക്കാരിന്റെ നാടകങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും ഇറ്റ്ഫോക്കിന്റെ പ്രദർശനത്തിൽ ഇടം നേടിയിട്ടുണ്ട്.
നാടകങ്ങൾക്ക് സ്റ്റേജ് ഉപകരണങ്ങളെക്കാൾ അഭിനേതാവിന്റെ ശരീരത്തിനാണ് മുൻഗണന നൽകേണ്ടത് എന്നതാണ് ബാദൽ സർക്കാർ തന്റെ നാടകങ്ങളിലൂടെ ലോകത്തിന് കാട്ടിയത്. അതെ, ബാദൽ സർക്കാരിൻ്റെ ഏറ്റവും നിമിഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചില റിഹേഴ്സൽ ക്യാമ്പുകൾ, തെരുവുകളിൽ നിന്നുള്ള ക്യാമ്പുകൾ, ചില ജീവിതത്തിൻ്റെ സൂക്ഷ്മമായ ചില നിരീക്ഷണങ്ങൾ, അങ്ങനെയുള്ള ചില നിമിഷങ്ങൾ നാടകത്തിൽ നിന്ന് നാടകത്തിലോ അല്ല മറ്റ് ഇതിലോ കിട്ടാത്ത ചില സന്ദർഭങ്ങളെ വളരെ ജീവിതഗന്ധിയാക്കിക്കൊണ്ടുള്ള ചിത്ര പ്രദർശനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ പ്രദർശനം വളരെ നമ്മളോട് സംസാരിക്കുന്നത് പോലെയാണ് ആ പോസ്റ്ററുകൾ ഓരോന്നും നമ്മളിലേക്ക് തരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നാടകോത്സവങ്ങളിലൊന്നായ ഇഡ്ഫോക്കിലൂടെ ലോകരാജ്യങ്ങളിൽ ചർച്ചയായ നിരവധി നാടകങ്ങളാണ് എത്തുന്നത്. 9 വിദേശ നാടകങ്ങളടക്കം 23 നാടകങ്ങളുടെ അവതരണമാണ് ഇഡ്ഫോക്കിൽ അരങ്ങേറുന്നത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. ഇടുക്കി രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ അഴിമതികളെപ്പറ്റി ഉയർന്ന പരാതികൾ അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. പഞ്ചായത്തിലെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തെ പരാതികളെപ്പറ്റിയാണ് അന്വേഷിക്കാൻ ഉത്തരവുള്ളത്. ഹിന്ദു ഐക്യവേദി ഉടുമ്പൻചോല താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് AV രാജൻ സമർപ്പിച്ച ഹർജിയെ തുടർന്നാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. പഞ്ചായത്തിൽ നടന്നിട്ടുള്ള നിരവധി അഴിമതികളെപ്പറ്റി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഐക്യവേദി പ്രസിഡന്റ് AV രാജൻ മാസങ്ങൾക്ക് മുമ്പ് വിജിലൻസിന് രേഖാമൂലം പരാതി നൽകിയിരുന്നു. എന്നാൽ പരാതിയെപ്പറ്റി ഒരു അന്വേഷണവും നടത്തുന്നതിന് വിജിലൻസ് വകുപ്പ് തയ്യാറായില്ല. ഇതിനെ തുടർന്നാണ് AV രാജൻ നീതിക്ക് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചത്. പഞ്ചായത്തിലെ വാണിജ്യാവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങൾ 1994 പഞ്ചായത്ത് രാജ് ആക്ടിലെ മാനദണ്ഡങ്ങളും നിയമങ്ങളും അട്ടിമറിച്ച് കെട്ടിട നമ്പറുകൾ കൊടുത്തതും, ട്രിപ്പ് ഷീറ്റിൽ രേഖപ്പെടുത്താതെ പഞ്ചായത്തിന്റെ വാഹനം ഉപയോഗിച്ചതും, വാഹനത്തിന്റെ പഴയ ഭാഗങ്ങൾ ടെൻഡർ കൂടാതെ വിൽപ്പന നടത്തിയതും, പഴയ പഞ്ചായത്ത് കെട്ടിട സമുച്ചയം പൊളിച്ചതിന്റെ ഭാഗങ്ങൾ അനധികൃതമായി വിൽപ്പന നടത്തിയതും തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണ വിധേയമാക്കണമെന്നായിരുന്നു വിജിലൻസിന് കൊടുത്ത പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. AV രാജൻ ഹൈക്കോടതിയിൽ ഉന്നയിച്ച ആരോപണങ്ങൾ അസത്യമാണെന്നും ഹർജി തള്ളണമെന്നും പഞ്ചായത്ത് കോടതിയിൽ വാദമുന്നയിച്ചു. എങ്കിലും അഴിമതിയുടെ ഒരു ഘടകവും സർക്കാർ വാദത്തിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നും ആയതിനാൽ തടസ്സവാദം പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്നും കോടതി വിലയിരുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ജഡ്ജ് ബദറുദ്ദീൻ ആഭ്യന്തര വിജിലൻസ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് അന്വേഷിച്ച് നടപടിയെടുക്കാൻ ഉത്തരവിട്ടത്. സംസ്ഥാന ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി, പഞ്ചായത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി, ഡയറക്ടർ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ, പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ, രാജാക്കാട് പഞ്ചായത്ത് തുടങ്ങിയവരായിരുന്നു എതിർകക്ഷികൾ. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 15,140 രൂപ, പവന് 1,21,120 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 12,525 രൂപ, പവന് 1,200,000 രൂപ. വെള്ളി ഗ്രാമിന് 380 രൂപ, കിലോയ്ക്ക് 3,80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇടവേള.